വീണ്ടും വരുന്നവനായ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട യോഗത്തിൻ്റെ മൂന്നാമത്തെ രാത്രി ഒരിക്കൽ കൂടെ മഹത്വമെടുക്കുമാറാകട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്, കുറച്ചുകൂടെ ബലത്തോടെ സന്തോഷത്തോടെ ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. സ്തുതി വർദ്ധിക്കുന്നിടത്ത് കൃപ പെരുകുന്ന ശബ്ദമുയർത്തി ശബ്ദമുയർത്തി ശബ്ദമുയർത്തി. പിൻപിലായിരിക്കുന്നവർ, ഇടത് വലത് മുൻപിൽ പിന്നിലായിരിക്കുന്നവർ, ഈ വേദയിലായിരിക്കുന്നവർ, കമാൺ അടുത്തിരിക്കുന്നവരെ മറന്ന് എന്നതിക്കും ജീവിക്കുന്ന കർത്താവായ യേശുവിനെ ഓർത്ത് അധനങ്ങളെ തുറന്ന് കരങ്ങൾ അടിക്കേണ്ടവർ കരങ്ങളെ അടിച്ച്, കരങ്ങൾ ഉയർത്തുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്. താങ്ക് യു ജീസസ്. ദൈവകൃപ ദൈവകൃപ ദൈവകൃപ. കരങ്ങളെ അടിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തെ സ്തുതിച്ചാട്. കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. രണ്ട് കരങ്ങളെ ഉയർത്തി അധരങ്ങളെ തുറന്ന് കോട്ടയം മലയാളം മാറ്റിവെച്ച് അന്യഭാഷകളിൽ എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ശബ്ദം ഉയർത്തി. സംഗീത ഉപകരണങ്ങളെ ശബ്ദമല്ല, സഭയുടെ ശബ്ദം ഉയരട്ടെ. നിങ്ങൾ പറയുന്ന അന്യഭാഷ നിങ്ങൾ കേൾക്കണം. സഭയുടെ ശബ്ദം ഉയരട്ടെ. നല്ലവനും വിശ്വാസനും വാക്കുമാറാത്തവനും ഞങ്ങളുടെ ജീവന ഉടമസ്ഥനുമായ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ വന്നതല്ല, അങ്ങ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. 2-3 പേര് എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് അരുളി ചെയ്ത ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനമായ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ബലവാനെ പിടിച്ചു കെട്ടിക്കൊണ്ടല്ലാതെ കൊള്ള പങ്കിടുവാൻ കഴിയില്ല എന്നാൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ every territorial spirit of darkness, എല്ലാ ദേശാന്തകാര ശക്തികളെ ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ ശക്തിയുള്ള നാമത്തിൽ ബന്ധിക്കുന്നു. സാത്താൻ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അഴിയട്ടെ. ദുരാത്മ വ്യാപാരങ്ങൾ വിട്ടുപോകട്ടെ. ഇന്ന് രാത്രി ഈ ജനം അങ്ങയിൽ ജീവനം പ്രാപിക്കട്ടെ. ദൈവ കൃപയുടെ പ്രദർശന ശാലയാക്കി ഈ അന്തരീക്ഷത്തെ കർത്താവ് തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സ്വർഗ്ഗ കവാടങ്ങൾ ഞങ്ങൾക്കായി തുറന്നു കഴിഞ്ഞ കൃപയ്ക്കായി നന്ദി. അങ്ങയുടെ വലിയ നാമത്തെ മഹത്വപ്പെടുത്തും. ഞങ്ങൾ കുറയണം, അങ്ങ് വളരണം. അങ്ങയുടെ നാമവും മാത്രം ഈ മൂന്നാം രാത്രി മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ശക്തിയോടെ ആമേൻ പറഞ്ഞാട്. 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 2 സാമുവേൽ ചാപ്റ്റർ 9. 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ബൈബിളിൽ എല്ലാവരും എടുത്താട്ടെ. 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി, വീട്ടിൽ സംസാരിക്കുന്ന ശബ്ദത്തിൽ ശബ്ദമുയർത്തി നമുക്ക് ഒരുമിച്ച് വായിക്കാം. ശബ്ദമുയർത്തി വായിക്കാം. 2 ശമൂവേൽ 9, 1 മുതൽ 8 വരെ. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശിക്ഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിന്റെ ഗൃഹത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തി രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയൻ എന്ന് അവൻ പറഞ്ഞു. അവൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാര്യമുടന്തനായിട്ട് യോനാഥാന്റെ ഒരു മകൻ ഉണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന് ലൊദെബാനിൽ അമ്മിയേലിന്റെ മകനായ മാക്കീരിന്റെ വീട്ടിലുണ്ടെന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് ആളയച്ച് ലൊദെബാനിൽ അമ്മിയേലിന്റെ മകനായ മാക്കീരിന്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെബിബോശെത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച്, ദാവീദ് മെബിബോശെത്തേ എന്ന് വിളിച്ചതിന് അടിയൻ എന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലം ഒക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചും കൊണ്ട്, ചത്ത നായെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ. ചത്ത നായെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ. ക്രിസ്തു യേശുവിൽ നിങ്ങൾ വൈകല്യം ഉള്ളവരല്ല, ക്രിസ്തു യേശുവിൽ നിങ്ങൾ പൂർണ്ണരത്രേ. മേലാൽ നിങ്ങൾ ജീവിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത് മുടന്തിയല്ല, വൈകല്യത്തിലല്ല, ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണരത്രേ.
കാരണം കൃപ തന്ന് ബലപ്പെടുത്തുന്ന ഒരു അപ്പൻ, കൃപ തന്ന് നമ്മെ ബലപ്പെടുത്തുന്ന ഒരു അപ്പൻ സ്വർഗത്തിൽ നമുക്കായി ജീവിക്കുന്നു. ഈ രാത്രി കേൾക്കുന്ന ഈ കുഞ്ഞു ദൂതിന്റെ തലക്കെട്ടതാണ് ദ സിംബൽ ഓഫ് ഗ്രേസ്, കൃപയുടെ അടയാളം. കൈപ്പത്തിയാണ് കോൺഗ്രസിന്റെ അടയാളം, അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടയാളം, താമരയാണ് BJPയുടെ അടയാളം. ഞാൻ പറയുന്ന രാഷ്ട്രീയമല്ല, പക്ഷെ നിങ്ങൾ സ്വർഗത്തിന്റെ അടയാളമാണ്. നിങ്ങൾ ഓരോരുത്തരും സ്വർഗത്തിന്റെ അടയാളമാണ്. നിങ്ങൾ കൃപയുടെ അടയാളമാണ്. നിങ്ങൾ നോക്കി, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ജനം പറവൻ വെടിപ്പോകുന്നു. ഇത് അവനല്ല, അവനിലൂടെ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ കൃപയാണ്. എഫേസ്യർ 2:6-8 വരെ കൃപയാലാണ് രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ മക്കളായി നാം തീർന്നത്. കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ആഹാരം, പാർക്കുന്ന വീട്, സഞ്ചരിക്കുന്ന വാഹനം, അങ്ങനെ അനുഭവിക്കുന്ന സകല ദൈവിക നന്മകളും 2 കൊരിന്ത്യർ 8:9 പറയുന്നു ദൈവത്തിന്റെ കൃപയാലാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. നമ്മേക്കാൾ നല്ല നല്ല ആഹാരം കഴിച്ചവർ, എക്സസൈസ് ചെയ്തവർ, നല്ല ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തവർ, അവരുടെ ആസ്തികൾ അതെ മണ്ണിന്റെ കീഴിലിരുന്ന് തിരിവിച്ചിട്ടിരിക്കുമ്പോൾ മണ്ണിന്റെ മുകളിൽ ഇന്ന് രാത്രിയും ബലവും കൃപയും ആരോഗ്യം അനുഭവിപ്പാൻ ദൈവം ഭാഗ്യം നൽകിയെങ്കിൽ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന ദൈവ കൃപയാലാണ് ദൈവം നമുക്ക് ആരോഗ്യം നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും ശുശ്രൂഷകളിൽ, ഏതെങ്കിലും ദൈവത്തിൻ്റെ അതേ ശുശ്രൂഷകളിൽ, ദൈവസഭയിൽ ആരെങ്കിലും മുന്നേറണമെങ്കിൽ നമ്മുടെ പാരമ്പര്യമല്ല, പഴക്കമല്ല, പകരം ദൈവത്തിൻ്റെ കൃപയാണ്. 1 കൊരിന്ത്യർ 15:10 പൗലോസ് പറയുന്നു, ഞാനല്ല അധ്വാനിച്ചത്, പകരം ദൈവത്തിൻ്റെ കൃപയാൽ, കൃപയത്രേ അധ്വാനിച്ചത്. കൃപയുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയട്ടെ. ഈ രാത്രി മനസ്സിലാക്കുക, ദൈവ കൃപ നിനക്കുണ്ടെങ്കിൽ ഈ 2026 നിന്നെ തടയുവാൻ ആർക്കും കഴിയത്തില്ല, ഒന്നിനും കഴിയത്തില്ല. ഒരിക്കൽ കൂടെ 2026 ദൈവജനം മുന്നേറുവാൻ പോകുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടിട്ടില്ലാത്ത കൃപയുടെ ഒരു മുന്നേറ്റം ഈ സംസ്ഥാനത്തിലും ഈ രാജ്യത്തിലും ദൈവജനം ഏറ്റെടുക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം കൃപയുള്ളവൻ പറയും, ഹേ മഹാപർവ്വതമേ, നീ സമഭൂമി ആയി തീരും. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവുള്ളവൻ ഇന്ന് രാത്രി ആ ധനങ്ങളെ തുറന്ന് പ്രവചിച്ചിരിക്കണം. നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കാൻ പോകുകയാണ്. ഹേ മഹാപർവ്വതമേ, നീ സമഭൂമി ആയി തീരും. അതിന് കൃപ എന്നാക്കുന്നു. കൃപയുള്ളവൻ പറയട്ടെ, എന്നെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ലക്ഷക്കണക്കിന് ജനം മഹാജലപ്രളയത്തിൽപ്പെട്ട് നശിച്ചപ്പോൾ ഒരുത്തൻ മാത്രം ഉലഞ്ഞൊലഞ്ഞ് അതേ പർവ്വതത്തിന് മുകളിൽ ഉറച്ചു. അത് കൃപയാലാണ് സംഭവിച്ചത്. ഉലയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചു പറയുന്നു, അടുത്ത വർഷം ഈ നേരമാകുമ്പോൾ ദൈവകൃപയിൽ ആരും നിന്നെ കുനിഞ്ഞു നോക്കത്തില്ല. ദൈവത്തിന്റെ കൃപയാൽ നാട്ടുകാരും വീട്ടുകാരും തല ഉയർത്തി നോക്കുവാൻ കൃപയാൽ നീ അതേ ഉയരുവാൻ പോകുന്നു. കൃപയിൽ നീ ഉയരുവാൻ പോകുന്നു. മക്കൾ ഉണ്ടാകത്തില്ല. പുത്രോത്പാദനത്തിന് ശക്തിയില്ലാത്ത അപ്പച്ചനും അമ്മച്ചിക്കും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽത്തരികളെ പോലെ സന്താനങ്ങളെ നൽകിയത് ദൈവത്തിന്റെ കൃപയാലാണ്. വേറെ ഒരുത്തന്റെ വയലിലും സ്തോത്രം കൊയ്ത്തില്ലാതെ, വിതയില്ലാതെ, ക്ഷാമത്തിൽ മുങ്ങിക്കിടന്നപ്പോൾ ഒരുത്തന്റെ വയലിൽ മാത്രം കൊയ്ത്ത് വെളിപ്പെട്ടെങ്കിൽ ഇസഹാക്ക് പറയും, എന്റെ വിത്തിന്റെ ഗുണമല്ല, അവന്റെ കൃപയുടെ ബഹുത്വമാണ്. ഒരു വടിയോടുകൂടെ യോർദാൻ കടന്നതായ യാക്കോബിനെ പിന്നത്തേതിൽ ഇസ്രായേലാക്കി ഒരു ഗോവേണിയിൽ കയറ്റി ഇസ്രായേൽ കയറുന്നവനാക്കി ഇന്ന് രാത്രിയിലും ദൈവം തീർന്നെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ്. അത് വേറെ ആർക്കുമില്ലാത്ത സ്വപ്നം നൽകി അന്യദേശത്ത് കൊണ്ടുപോയി പ്രധാനമന്ത്രിയായി ഉറപ്പിച്ച സ്വപ്നക്കാരൻ യോസേഫ് പറയും, ദൈവത്തിന്റെ കൃപയാലാണ്. സ്വന്തം പേര് പോലും പറവാൻ കഴിയാത്ത മോശ രാജ്യങ്ങളെ പ്രവാചകനായി തീർന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. പേടിച്ചരണ്ടിരുന്നതായ അത് ഒരു ഗിദെയോനെ പരാക്രമശാലിയാക്കി തീർത്തത് ദൈവത്തിന്റെ കൃപയാലാണ്. അടിമയായി കിടന്നത് ഒരു ദാനിയേലിനെ പ്രൊമോഷൻ ആഫ്റ്റർ പ്രൊമോഷൻ കൊടുത്ത് ഗവർണറാക്കിയത് ദൈവത്തിന്റെ കൃപയാണ്. അപ്പനും അമ്മയും ഇല്ലാത്ത അനാഥ പെൺകുട്ടിയായ ഹദസയെ അതേ എസ്തേറാക്കി തീർത്തത് ദൈവത്തിന്റെ കൃപയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ചെറിയൊരു പരാൽ പോലും പിടിപ്പാൻ കഴിയാത്തതായ അതേ പത്രോസിനെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ പിടിക്കുവാൻ സഹായിച്ചത് ദൈവത്തിന്റെ കൃപയാണ്. കൃപയുടെ മഴ ഈ പന്തലിന്റെ എല്ലാ കോടുകളും പെയ്തിറങ്ങുന്നു. കൃപയുടെ മഴ ഇന്ന് രാത്രി ഈ പന്തലിന്റെ എല്ലാ കോടുകളും പെയ്തിറങ്ങുന്നു. ഇൻ ജീസസ് നെയിം. ഉള്ള സഭയെ മുടിക്കും എന്ന് അധികാരപത്രവുമായി പുറപ്പെട്ട പൗലോസിനെ എൻകൗണ്ടർ കൊടുത്ത് ഇല്ലാത്ത സഭകൾ, ഇല്ലാത്ത സ്ഥലങ്ങളിൽ സഭകളെ സ്ഥാപിപ്പാൻ അവനെ നിയോഗിച്ചത് ദൈവകൃപ. ഇന്ത്യൻ ചർച്ച 2026 അത് കാണുവാൻ പോകുന്നു. അധികാരപത്രവുമായി പുറപ്പെട്ടിരിക്കുന്ന ശൗലന്മാർ അപ്പോസ്തലന്മാരായി, സുവിശേഷകന്മാരായി ഈ വർഷത്തിൽ ദൈവത്തിന്റെ കൃപയിൽ വ്യതിയാനപ്പെടുവാൻ പോകുന്നു. നമുക്ക് വേണ്ടിയത് ഡോളറല്ല, ദിനാറല്ല, കസേരക്കളിയല്ല, രാഷ്ട്രീയമല്ല, സഭപര ദൈവകൃപ. കൃപയുള്ളവൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവകൃപ. പോരാ, ശബ്ദം ഉയർത്തി. ദൈവകൃപ. നിങ്ങൾ പറയുന്ന സ്തോത്രം ചുറ്റിയിരിക്കുന്നവർ നന്നായി ഒന്ന് കേൾക്കട്ടെ. ദൈവകൃപ. ഞാൻ പ്രസംഗിക്കാൻ, നിങ്ങൾ പ്രസംഗിച്ച് സുഖിപ്പിക്കും
സന്തോഷിപ്പിക്കാൻ, ഞാൻ പ്രസംഗിച്ച് നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ അല്ല വന്നത്. രാത്രി നമുക്ക് ഒരുമിച്ച് ഒന്ന് ദൈവകൃപ ഏറ്റെടുക്കണം. നമുക്കൊന്ന് ഒരുമിച്ച് ദൈവകൃപ ഏറ്റെടുക്കണം. ഒരുമിച്ച് ദൈവകൃപ നാം ഏറ്റെടുക്കണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവകൃപ, 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 ദൈവകൃപ. ഏത് പുസ്തകത്തിന്റെ കവർ മുതൽ കവർ വരെ, ഒരറ്റം മുതൽ മററ്റം വരെ അതേ ദൈവകൃപ അനുഭവിച്ച 10,000-കണക്കിന് വ്യക്തികളെ കാണുവാൻ കഴിയുമെങ്കിലും കൃപയുടെ അടയാളമായി നിന്ന ഒരു മനുഷ്യനുണ്ട്. എ മാൻ അക്കോർഡിംഗ് ടു മൈ ഓൺ ഹാർട്ട്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നതായ ദാവീദ്. കാരണം അവൻ്റെ കുടുംബത്തിൽ അധികപ്പറ്റായിരുന്നു. സഹോദരന്മാർ, വീട്ടുകാർ അവനെ ദ്വേഷിച്ചിരുന്നു. രാത്രി ഞാൻ പറയട്ടെ, നിന്നെ പലരും ഇഷ്ടപ്പെടാത്തത്, നിന്നെ പലരും അംഗീകരിക്കാത്തത്, നീ അവരെ പോലെ അല്ല. നീ അവരെ പോലെ അല്ല. അവർക്കില്ലാത്ത എന്തോ ഒന്ന് ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ഓ കമാൻ, വേണ്ടിയില്ല. അവർക്കില്ലാത്ത എന്തോ ഒന്ന് ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ ദൂതായി പറയട്ടെ, കമ്മിറ്റി അല്ല, കൗൺസിൽ അല്ല, ദൈവമായതുകൊണ്ട്, തന്നത് ദൈവമായതുകൊണ്ട്. ഞാൻ വിചാരിച്ച ട്രാൻസ്ലേഷൻ വരുന്ന സ്തോത്രം, തന്നത് ദൈവമായതുകൊണ്ട് മോണികളെ ചലിപ്പിച്ച് കേൾക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച്. ഓ, അവന്റെ അമ്മയുടെ അല്ലെങ്കിൽ അവന്റെ അപ്പന്റെ, അങ്ങനെ പറയുന്ന റൈറ്റ്, അവന്റെ അപ്പന്റെ മറ്റു മക്കളെ പോലെ അല്ല അവൻ. അവർക്കില്ലാത്ത വേറെ എന്തോ അവന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ദേഷിച്ചു. എന്നാൽ സ്തോത്രം, ഞാനൊരു കാര്യം പറയട്ടെ, എത്ര പേർ അസൂയപ്പെട്ടാലും, എത്ര പേർ പല്ല് കടിച്ചാലും, നിനക്ക് തന്നത് കമ്മിറ്റി അല്ല, കൗൺസിൽ അല്ല, ഡീക്കൻ അല്ല, നിനക്ക് തന്നത് ദൈവമായതുകൊണ്ട്. ദൈവമായതുകൊണ്ട് ദൈവം തന്നാൽ അതിനെ തട്ടിത്തെറിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ഓ ഹല്ലേലൂയ. സോ അവന്റെ സ്കിൻ കളർ വ്യത്യാസമാണ്, അവന്റെ തലമുടി വ്യത്യാസമാണ്. മോണിറ്റർ വേണമോനെ, മോണിറ്റർ. അവന്റെ സ്കിൻ കളർ വ്യത്യാസമാണ്, അവന്റെ തലമുടി നിറം വ്യത്യാസമാണ്. സോ കാക്കക്കൂട്ടിൽ കുയിലിന് സ്ഥാനമില്ലാത്തതുപോലെ, കാക്കക്കൂട്ടിൽ കുയിലിന് സ്ഥാനമില്ലാത്തതുപോലെ അവൻ വീട്ടുകാർക്കും നാട്ടുകാർക്കും അവൻ അധികപ്പറ്റായി. ഇശായിക്ക് അവൻ അധികപ്പറ്റായി. ഇശായി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് ആടിനെ കൊടുത്ത് ഇവനെ കാട്ടിലേക്ക് വിടാം. തിന്മക്കായിട്ടാണ് ഇശായി ഇവന് കുറച്ച് ആടിനെ കൊടുത്ത് എന്നെ കാട്ടിലേക്ക് വിട്ടത്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, മനുഷ്യൻ തിന്മയ്ക്കായി ചെയ്തത് സ്വർഗ്ഗത്തിലെ ദൈവം നന്മയ്ക്കായി കൂടി നിന്റെ ജീവിതത്തിൽ വ്യാപരിപ്പിക്കാൻ വേണ്ടി പോകുന്നു. മനുഷ്യർ തിന്മയ്ക്കായി പറഞ്ഞത്, മനുഷ്യൻ തിന്മയ്ക്കായി പ്രവർത്തിച്ചത്, മനുഷ്യൻ തിന്മയ്ക്കായി ചെയ്തതെല്ലാം ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഈ വർഷത്തിൽ നന്മയ്ക്കായി നിന്നിൽ, നിന്റെ തലമുറയിൽ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. അങ്ങനെ തിന്മയ്ക്കായി തള്ളപ്പെട്ടവനായി, റിജക്ട് ചെയ്യപ്പെട്ടവനായി, തിരസ്കരിക്കപ്പെട്ടവനായി ദാവീദ് ഇതാ സ്തോത്രം കാട്ടിൽ അലയുകയാണ്. ഓ, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. 27:10 അപ്പൻ്റെ സ്നേഹം കിട്ടാതെ, അമ്മയുടെ കരുതൽ കിട്ടാതെ, ബാക്കിയുള്ള ജ്യേഷ്ഠന്മാർ നല്ല കിടക്കയിൽ കിടന്നൊരുങ്ങുമ്പോൾ മഞ്ഞത്തും മഴയത്തും ഉറങ്ങി അലഞ്ഞ് ആരോരും ഇല്ലാത്തവനായി, നീ എന്തോ കഴിച്ചു എന്ന് ആരും ചോദിക്കാനില്ല, നീ എന്തോ കുടിച്ചു എന്ന് ചോദിക്കാനില്ല, അതേ മിസ് കോൾ ഇടാൻ ആരുമില്ല. അങ്ങനെ റിജക്ട് ചെയ്യപ്പെട്ടവനായി, ഏകനായി, ഒറ്റയ്ക്ക് അവൻ കടന്നു പോവുകയാണ്. ആരെങ്കിലും ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിൽ, ഈ സദസ്സിൽ ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നുവോ? ഒറ്റപ്പെട്ട് തോന്നുന്നെങ്കിൽ അയ്യോ, നിനക്കൊരു ഭയങ്കര ഭാവിയുണ്ട് കേട്ടോ. കാര്യം എന്തെന്നറിയോ? സ്തോത്രം, അതേ കൂട്ടമായിട്ടാണ് കാക്കകൾ പറക്കുന്നത്. കാക്ക പറക്കുന്നത് കൂട്ടമെങ്കിൽ കഴുകൻ പറക്കുന്നത് ഒറ്റയ്ക്കാണ്. ദൈവത്തിന്റെ കഴുകന്മാർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഫ്രണ്ട്സ് ഇല്ലാതെ, റിലേറ്റീവ്സ് ഇല്ലാതെ നീ ഒറ്റപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇന്ത്യൻ ചർച്ചിന് നീ ഒരു കഴുകനായി ദൈവത്തിന്റെ കൃപയാൽ നീ ഉയരുവാൻ പോകുന്നു. ഉയരങ്ങൾ നിനക്ക് കീഴടക്കുവാനുണ്ടെന്ന് ഒരിക്കൽ കൂടെ, ഉയരങ്ങൾ നിനക്ക് കീഴടക്കുവാനുണ്ടെന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂതറിയിക്കുകയാണ്. അങ്ങനെ ഒറ്റപ്പെട്ടവനായി ദൈവം അവനെ ട്രെയിൻ ചെയ്യണം. ഒറ്റപ്പെട്ടവനായി ദൈവം ട്രെയിൻ ചെയ്യുക. ഓ, അപ്പച്ചന്മാർ ചെയ്യാത്ത, പിതാക്കന്മാർ ചെയ്യാത്ത ശുശ്രൂഷകൾക്കായി ആരൊക്കെ ദൈവം ഈ നാളുകൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓ, ഇതുവരെ സഭ കണ്ടിട്ടില്ലാത്തത്, ഇതുവരെ സഭയിൽ വെളിപ്പെട്ടിട്ടില്ലാത്തത് അതേ ചെയ്യുവാൻ വെക്കണം. ആരൊക്കെയോ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ കർത്താവ് നിന്നെ ട്രെയിൻ ചെയ്യുകയാണ്. നിന്റെ മസിലിന് ബലം വർദ്ധിക്കുന്നു, നിന്റെ അന്യഭാഷ മാറുന്നു, നിന്റെ വിശ്വാസം വർദ്ധിക്കുന്നു. നീ അറിയാതെ നിന്നിലുള്ള ദൈവകൃപയുടെ ആരവാരവും ഓളവും വർദ്ധിക്കുന്നു. ഇൻ ജീസസ് നെയിം. മനുഷ്യനല്ല, സെമിനാരിയിലല്ല, ക്രൂസൈഡിലല്ല, സെമിനാറിലല്ല, പകരം ദൈവം നിന്നെ പരിശീലിപ്പിക്കുകയാണ്. ദൈവം നിന്നെ പരിശീലിപ്പിക്കുന്നു. യുവാവേ, ദൈവം നിന്നെ പരിശീലിപ്പിക്കുന്നു. ഓ, ഈ രാജ്യത്തിൽ വലിയൊരു കൊയ്ത്തിന് വേണ്ടി, ഈ രാജ്യത്തിൽ വലിയൊരു ഉണർവിന് വേണ്ടി, ഈ രാജ്യത്തിൽ വലിയൊരു സുവിശേഷീകരണത്തിന് വേണ്ടി ദൈവം നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറയും. ദൈവം നിന്നെ ഒരുക്കുകയാണ്. കരുത്ത് വർദ്ധിപ്പിക്കുകയാണ്. ആത്മാവിൽ ഞാൻ കാണുന്നു. ആ ഇടക്കിടക്ക് ചിലതിനെ നോക്കി പരിശുദ്ധാത്മാ പറ, ഞാൻ പറയട്ടെ, നീ ഒരു കൊയ്ത്തിന്റെ മെഷീനാണ്. വേറെ ചിലതിനെ നോക്കി പറയട്ടെ, നീ ഒരു സ്പെഷ്യൽ ആയുധമാണ്. നീ ഒരു കൊയ്ത്തിന്റെ മെഷീനാണ്, നീ ഒരു സ്പെഷ്യൽ ആയുധമാണ്. തുരുമ്പില്ലാത്ത ആയുധം എന്ന് പറഞ്ഞാൽ എത്ര പേർ സ്തോത്രം പറയുമെന്ന് എനിക്കറിയത്തില്ല. നിന്റെ ജീവിതകാലത്ത് 120 വയസ്സ് വരെ നീ ജീവിച്ചിരുന്നാലും നിന്നിൽ തുരുമ്പ് കാണത്തില്ല.
ഓ രാഖബുരി ആന്തലനവഹമ ശാന്തലരിയാസി ദൈവം നിന്നെ ഒരുക്കുകയാണ്. ദൈവം നിന്നെ ഒരുക്കുകയാണ്. ദൈവം നിന്നെ ഒരുക്കുകയാണ്. ഒരുക്കപ്പെട്ട അവൻ്റെ അടുക്കലേക്ക് കരടി വരുന്നു. അച്ഛൻ പറഞ്ഞു അവൻ്റെ അടുക്കലേക്ക് കരടി വന്നു. അവൻ്റെ അടുക്കലേക്ക് സിംഹം വന്നു. അവൻ്റെ അടുക്കലേക്ക് കരടി വന്നു. അവൻ്റെ അടുക്കലേക്ക് സിംഹം വന്നു. നിന്റെ നേരെ പലതും വന്നെങ്കിൽ, നിന്റെ നേരെ പലതും വായ് പിളർക്കുന്നെങ്കിൽ, നിന്റെ നേരെ പലതും മുരളുന്നുവെങ്കിൽ അതിനെ കീറി കളയാൻ നിനക്ക് കപ്പാസിറ്റി ഉണ്ട്. അതിനെ കീറാൻ നിനക്ക് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് അവൻ നിന്റെ ജീവിതത്തിന് നേരെ അത് വരുത്തിയത്. യേശുവിന്റെ നാമത്തിൽ നിനക്ക് നേരെ വന്നത് വേറെ പലർക്ക് വന്നപ്പോൾ അവൻ പിന്മാറിപ്പോയി. നിനക്ക് നേരെ വന്നത് വേറെ പലർക്ക് വന്നപ്പോൾ അവൻ പിന്മാറ്റത്തിൽ പോയി. പലരും സുവിശേഷ വേലയെന്ന് പോയി, പലരും പരാജയപ്പെട്ടു. പക്ഷെ യേശുവിന്റെ നാമത്തിൽ ഈ യോർദാനെ നീ കടക്കും. ഈ ശത്രുവിനെ നീ ജയിക്കുക. അടിക്കേണ്ടതിനെ അവൻ അടിച്ചു, കീറേണ്ടതിനെ കീറി. മല്ലൻ വന്നപ്പോൾ 17-ാമത്തെ വയസ്സിൽ അവന്റെ തലയെ വെട്ടി. ഒരിക്കൽ കൂടെ 17-ാമത്തെ വയസ്സിൽ, അച്ഛാ 17-ാമത്തെ വയസ്സിൽ ക്രിക്കറ്റ് ബാറ്റുമായി ചെറുക്കൻ കളത്തിൽ ഇറങ്ങി എന്നല്ല ഞാൻ പറഞ്ഞത്. 17-ാമത്തെ വയസ്സിൽ മല്ലന്റെ തലയെ വെട്ടി. സ്തോത്രം. അവനിതാ കടന്നു പോകുകയാണ്. മല്ലന്റെ തലയുമായി, മല്ലന്റെ സാംസണേറ്റിന്റെ സൂട്ട്കേസ് അല്ല, അമേരിക്കൻ ടൂറിസ്റ്റർ അല്ല, മല്ലന്റെ തലയുമായി ദാവീദ് പോകുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? യെരൂശലേമിൽ ഗോൽഗോഥ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് തലകളെ നിക്ഷേപിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ തല ഓടിയിടം എന്ന് പേരായത്. ദാവീദ് എങ്ങോട്ടാ മല്ലന്റെ തലയുമായി പോകുന്നത്? ഈ തല ഓടികളെ ഇടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്കാണ് ദാവീദ് പോയത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ദാവീദ് പുത്രനും ക്രൂശുമായി ഗോൽഗോഥയിലേക്ക് പോയി പഴയ പാമ്പിന്റെ തലയെ തകർക്കാൻ. ആ പോരാട്ടം അവന് കൊട്ടാരത്തിലേക്ക് കയറേണ്ട ഒരു എൻട്രി പാസ് ആയിരുന്നു. ഗോലിയാത്തിന്റെ തല അടുത്ത മണ്ഡലത്തിലേക്ക് കയറേണ്ട എൻട്രി പാസ് ആയിരുന്നുവെങ്കിൽ 2025 വരെ പോരുകളും മുറിവുകളും കണ്ട പ്രിയപ്പെട്ടവരെ നോക്കി ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അടുത്ത മണ്ഡലത്തിലേക്ക് നീ കയറുകയാണ്. നാമത്തിൽ അടുത്ത മണ്ഡലത്തിലേക്ക് അവൻ കയറുകയാണ്. അടുത്ത വർഷം ഈ ക്ലാസ്സിലല്ല നീ ഇരിക്കുന്നത്. 104-ാം കൺവെൻഷന് നീ വരുമ്പോൾ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത വർഷം നീ ഈ ലെവലിലല്ല. come on in Jesus name. കൊട്ടാരത്തിൽ കയറി നിങ്ങൾക്ക് സ്റ്റോറി അറിയാം. സ്തോത്രം. അതേ മീഖലിനെ കൊടുത്തു. മീഖലിനെ ശൗൽ രാജാവ് കൊടുത്തു. അവൻ്റെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അഭിഷേകം നഷ്ടപ്പെട്ടവൻ, അതേ മീഖലിനെ തിരിച്ചെടുത്തവനെ വീണ്ടും മരുഭൂമിയിലേക്ക് ഓടിച്ചു കളഞ്ഞു. എൻ്റെ പ്രാണൻ ചൂടായി. കൊട്ടാരം നഷ്ടപ്പെട്ടവനായി, ഭാര്യ നഷ്ടപ്പെട്ടവനായി, എൻ്റെ പ്രാണൻ ചൂടായിരിക്കുകയാണ്. സ്തോത്രം. അതേ കരടിയുടെ ആക്രമണത്തെക്കാൾ, സിംഹത്തിൻ്റെ ആക്രമണത്തെക്കാൾ, ഗോലിയാത്തിൻ്റെ ആക്രമണത്തെക്കാൾ ഏറ്റവും കഠിനമാണ് അഭിഷേകം നഷ്ടപ്പെട്ടവൻ്റെ ആക്രമണം. നിങ്ങളങ്ങനെ ഇരുന്നാൽ മതി. ഞാൻ വീണ്ടും പറയും, കരടിയുടെ ആക്രമണത്തെക്കാൾ, സിംഹത്തിന്റെ ആക്രമണത്തെക്കാൾ, ജാതികളുടെ ആക്രമണത്തെക്കാൾ, ഗോലിയാത്തിന്റെ ആക്രമണത്തെക്കാൾ ഏറ്റവും മാരകമാണ് അഭിഷേകം നഷ്ടപ്പെട്ടവന്റെ ആക്രമണം. പക്ഷേ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അവരുടെ മുൻപിൽ തന്നെ ദൈവത്തിനെ മാനിക്കുന്ന സീസൺ വന്നിരിക്കുന്നു. അവരുടെ മുൻപിൽ തന്നെ ദൈവത്തിനെ മാനിക്കുന്ന സീസൺ വന്നിരിക്കുന്നു. അങ്ങനെ തന്റെ പ്രാണൻ ചൂടായപ്പോൾ ചൂടായ എഞ്ചിനെ തണുപ്പിക്കുന്ന ഒരു കൂളന്റ് പോലെ ഒരുവൻ കടന്നു വരുന്നു. കൂളന്റ് പോലെ അവനെ തണുപ്പിപ്പാൻ സ്തോത്രം ഒരുവനെ ദൈവം അയക്കുന്നു. അവന്റെ പേരാണ് യോനാഥാൻ. നിന്റെ ഹൃദയത്തെ തകർക്കാനല്ല വരുന്നത്, ചൂടായ നിന്നെ തണുപ്പിക്കാനാണ് വരുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കോട്ടയത്തിൽ നിന്ന് എന്റെ ഉള്ളത്തെ തണുപ്പിക്കുന്ന ചിലരെ എനിക്ക് ആവശ്യം. എന്റെ ഉള്ളത്തെ തണുപ്പിക്കുന്ന ചിലരെ എനിക്ക് ആവശ്യം. കേൾക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച ആടെ സ്വകാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അവൻ വന്നിട്ട് പറഞ്ഞു, എന്നും കാടല്ല കേട്ടോ, എന്നും കാടല്ല, എന്നും പോരാട്ടമല്ല, എന്നും കണ്ണുനീരല്ല, എന്നും നിന്നയല്ല, എന്നും അപമാനമല്ല, എന്നും വേദനയല്ല. ആരോടാ ഞാൻ പ്രവചിക്കുന്നത്? എന്നും നിന്നയല്ല, എന്നും അപമാനമല്ല. അപ്പുറത്തെ സമുദ്രത്തിന് ഒരു അതിരുള്ളത് പോലെ, അപ്പുറത്ത് കിടക്കുന്ന കടലിന് ഒരു അതിരുള്ളത് പോലെ നിന്റെ ദുഃഖങ്ങൾക്കൊരു അതിരുണ്ട്. എന്നും തിന്മയല്ല, എന്നും പോരല്ല, എന്നും ഒറ്റപ്പെടലും മുറിവും തകർച്ചയുമല്ല. യോനാഥാൻ വന്നിട്ട് പറഞ്ഞു, നിന്റെ സ്ഥിതി മാറും, നിന്റെ അവസ്ഥ മാറും. ഇവിടെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഇന്ത്യയിലെ 19 സംസ്ഥാനത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. അടുത്തിരിക്കുന്ന ആളിനെ നോക്കി ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങളുടെ സ്ഥിതി മാറും. ഒന്ന് പറഞ്ഞേ, നിന്റെ സ്ഥിതി മാറും. ഒന്ന് പറഞ്ഞോട്ടെ, നിന്റെ സ്ഥിതി മാറും. പ്രവചിച്ചു പറ, നിന്റെ സ്ഥിതി മാറും. അച്ഛാ, നിന്റെ സ്ഥിതി മാറും. നീ കണ്ട യുദ്ധത്തിന് ദൈവം പ്രതിഫലം തരുന്ന വർഷമാണിത്. നീ കണ്ട യുദ്ധത്തിന് നിന്നെ ജനം മനസ്സിലാക്കിയില്ല, എന്നാൽ നിന്നെ മനസ്സിലാക്കിയ ഒരു സ്വർഗമുണ്ട്. അവൻ പറയുന്നു, ഞാൻ നിന്നെ പ്രതിഫലം നൽകി മാനിക്കും. യേശുവിന്റെ നാമത്തിൽ നിന്റെ സ്ഥിതി മാറിയിരിക്കും. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. യോനാഥാൻ പറഞ്ഞു, എന്നും കാടല്ല, എന്നും കരടിയല്ല, എന്നും സിംഹമല്ല, എന്നും മല്ലന്മാരല്ല, എന്നും ഒറ്റപ്പെടലല്ല. ഹൃദയം തകർന്ന് പുറമേ ചിരിച്ച് ഉള്ളിൽ കരഞ്ഞല്ല നീ ജീവിക്കുന്നത്. നീ ദുഃഖപുത്രനല്ല, ദുഃഖപുത്രിയല്ല. നിന്റെ സ്ഥിതി മാറും. നീ രാജാവാകും. നീ കൊട്ടാരത്തെ തേടേണ്ട കൊട്ടാരം നിന്നെ തേടി വരും. നീ കിരീടത്തെ തേടേണ്ട കിരീടം നിന്നെ തേടി വരും. നീ കിരീടത്തെ തേടേണ്ട കിരീടം നിന്നെ തേടി വരും. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ യുദ്ധം ചെയ്താൽ മതി. നീ അവന്റെ കാര്യം നോക്കുമ്പോ അവൻ നിന്റെ കാര്യം നോക്കിയിരിക്കും.
യെസ്, അവൻ സിക്ലാഗിലിരിക്കുമ്പോൾ ഒരു ദിവസം സ്തോത്രം, ഒരു ദിവസം ഒരുത്തൻ ഓടി വന്നിട്ട് പറഞ്ഞു, ശൗൽ മരിച്ചുപോയി, അവന്റെ മകൻ യോനാഥാൻ മരിച്ചുപോയി, ഇതാ ഞാൻ കിരീടം കൊണ്ടുവന്നിരിക്കുന്നു. ദാവീദ് കിരീടത്തിന്റെ പിന്നാലെ പോയില്ല. മീനിങ് ദാവീദ് കസേരയുടെ പിന്നാലെ പോയില്ല. കസേര അവനെ തേടി കടന്നു വന്നു. ദാവീദ് കിരീടം തേടി പോയില്ല. കിരീടം അവനെ തേടി വന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി സ്തോത്രം, ഇന്ന് രാത്രി ചർച്ച് ഗോഡ് ഇൻ ഇന്ത്യ കേരള റീജന്റെ സകല കസേര കളികളെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. അടുത്ത വർഷം വിളിക്കണേ. പക്ഷേ ഒരു കാര്യം, ദാവീദ് കസേരയെ തേടിപ്പോയില്ല, കസേര അവനെ തേടി വന്നു. ദാവീദ് തേടിയത് പൊസിഷൻ അല്ല, ദാവീദ് തേടിയത് പ്രസൻസ് ആയിരുന്നു. ദാവീദ് തേടിയത് പൊസിഷൻ അല്ല, ദാവീദ് തേടിയത് പ്രസൻസ് ആയിരുന്നു. പ്രസൻസിൽ ഒരു പൊസിഷൻ ഉണ്ട്. ഒരിക്കൽ കൂടെ, പ്രസൻസിൽ ഒരു പൊസിഷൻ ഉണ്ട്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ദാവീദ് പുത്രൻ കടന്നു വന്നിരിക്കുന്നത് ദാവീദിന്റെ സിംഹാസനത്തിലാണ്. ദാവീദ് മരിച്ചിട്ടും ആ പൊസിഷനെ മോഷ്ടിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കമാൺ, കൃപയിൽ വെളിപ്പെടുന്നതായ ഒരു പൊസിഷൻ ഉണ്ട്. യോനാഥാൻ പറഞ്ഞു, കാടല്ല, ജീവിതം കാട്ടിൽ തീരത്തില്ല. ജീവിതം നാട്ടിൽ കൊണ്ടുവരിക മാത്രമല്ല, കൊട്ടാരത്തിൽ നീ ഇരിക്കും. നീ സ്തോത്രം, രാജ്യത്തിൽ ഒന്നാമനായിരിക്കും, ഞാൻ രണ്ടാമനായിരിക്കും. ദൂത് കറക്റ്റായിരുന്നു, വെളിപ്പാട് കറക്റ്റായിരുന്നു, പ്രവചനം കറക്റ്റായിരുന്നു. പക്ഷെ കൃത്യമായി ഞാൻ പറയട്ടെ, പ്രവചനം കേൾക്കുന്നതല്ല വലുത്, കേട്ട പ്രവചനത്തിന് വില കൊടുത്ത് ജീവിക്കുമ്പോൾ, കേട്ട പ്രവചനത്തിന് വില കൊടുത്ത് ജീവിക്കുമ്പോൾ കേട്ട പ്രവചനം സ്തോത്രം നിന്റെ മുൻപിൽ നിറവേറുന്നു. അല്ലാതെ ഓപ്പൺ ദ സ്കൈ, ഗിവ് മീ എ പൈ ഓൺ മൈ തൈ, ദൈവം ഒരിക്കലും അത് ചെയ്യത്തില്ല. കേൾക്കുന്ന പ്രവചനത്തിന് വില കൊടുക്കുമ്പോഴാണ് അത് നിന്നിൽ വെളിപ്പെടുന്നത്. ദാവീദ് വില കൊടുത്തു, യോനാഥാൻ വില കൊടുത്തില്ല. യോനാഥാൻ പറഞ്ഞു, നീ ഒന്നാമൻ, ഞാൻ രണ്ടാമൻ, നീ ഒന്നാമൻ, 1 2 1, നീ ഒന്നാമൻ, ഞാൻ ഒന്നാമൻ, ബൈ ടാറ്റാ, ഞാൻ കൊട്ടാരത്തിൽ പോകുന്നു. എടാ മന്ദബുദ്ധി, 2 ആഴ്ച കൂടെ നീ ആ കാട്ടിൽ കഴിഞ്ഞിരുന്നെങ്കിൽ വേദപുസ്തകത്തിൻ്റെ സ്റ്റോറി മറ്റൊന്നായനെ. 2 ആഴ്ച കൂടെ നീ ആ കാട്ടിൽ ദാവീദിൻ്റെ കൂടെ ഉറങ്ങിയിരുന്നെങ്കിൽ ബൈബിളിൻ്റെ സ്റ്റോറി മറ്റൊന്നായനെ. എന്നാൽ അവൻ പറഞ്ഞു, നോ, ഞാൻ കൊട്ടാരത്തിൽ പോകുന്നു. കൊട്ടാരത്തിൽ അവൻ പോയി. പെട്ടെന്നൊരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ സ്തോത്രം, ദാവീദിന് നേരെ എറിഞ്ഞതായ ആയുധത്തിൽ ശൗൽ തീർന്നു. നിങ്ങൾ മിണ്ടുന്നില്ല. വേറുള്ളവനെതിരെ എറിഞ്ഞതായ ആയുധത്തിൽ, മറ്റുള്ളവനെതിരെ എറിഞ്ഞ ആയുധത്തിൽ അവൻ തീർന്നെങ്കിൽ ഇന്ന് രാത്രി മറ്റുള്ളവർക്കെതിരെ ഉപയോഗിക്കുന്ന ആയുധങ്ങളെ താഴ്ത്തി വെച്ചിട്ട് സഭ പറ, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ശൗൽ വീണു, ദാവീദും സ്തോത്രം, ശൗൽ വീണു, യോനാഥാൻ മരിച്ചുപോയി. ശൗൽ മരിച്ചു, യോനാഥാൻ മരിച്ചു, ദാവീദ് വിലപിച്ചു. സ്തോത്രം, യുദ്ധം ചെയ്യാതെ, കിരീടത്തിന് വേണ്ടി പിടിവലി കൂട്ടാതെ ദാവീദ് രാജാവായി തീർന്നു. നിങ്ങൾക്ക് സൺഡേ സ്കൂൾ സ്റ്റോറി അറിയാം. അവൻ രാജാവായി തീർന്നപ്പോൾ അവൻ ചെയ്ത ഒന്നാമത്തെ കാര്യം, ഹി ബ്രോട്ട് ബാക്ക് ദ ആർക്ക് ഓഫ് ദ കവനന്റ്. അവൻ ദൈവത്തിൻ്റെ നിയമ പെട്ടകത്തെ കൊണ്ടുവന്നു. 1-ാം സ്ഥാനം അവൻ കൊടുത്തത് കൊയറിനല്ല, വർഷിപ്പ് ലീഡറിനല്ല, പ്രീച്ചറിനല്ല, കമ്മിറ്റിക്കല്ല, ഫുഡിനല്ല. അവൻ കൊടുത്ത 1-ാമത്തെ സ്ഥാനം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായിരുന്നു. കമോൺ, 1-ാം സ്ഥാനം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനെന്ന് പറയുന്നവരുടെ കരങ്ങൾ, 2 കരങ്ങൾ ഉയർത്തി, ഒരു കയ്യല്ലല്ലോ, 2 കരങ്ങൾ. മോശയുടെ 2 കര ഉയർത്തി. തോറ്റവനെല്ലാം വീട്ടിൽ പോ, ജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം 2 കരങ്ങളെ ഉയർത്തി അപ്പനോട് പറ, അപ്പാ നിന്റെ സാന്നിധ്യം എനിക്ക് ആവശ്യം. ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ദാവീദ് ചെയ്ത 1-ാമത്തെ കാര്യം, അവൻ ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തെ കൊണ്ടുവന്നു. നമ്പർ 2, രണ്ടാമത് അവൻ ചെയ്തതായ കാര്യം, അവൻ ഓർത്തു, ഞാൻ വന്നതല്ല, ചിലരെയൊക്കെ ദൈവം ഒരുക്കി, ദൈവം എന്നെ കൊണ്ടുവന്നതാണ്. എൻ്റെ അപ്പൻ രാജാവല്ല, എൻ്റെ വലിയപ്പച്ചൻ രാജാവല്ല. ഒരിക്കൽ കൂടെ ദാവീദ് പറയും, എൻ്റെ അപ്പൻ രാജാവല്ല, എൻ്റെ വലിയപ്പച്ചൻ രാജാവല്ല. ഞങ്ങളുടെ വീട്ടിൽ ആരും രാജാക്കന്മാരല്ല. രാജകൊട്ടാരം എന്തെന്ന് എനിക്കറിയത്തില്ല, കൊട്ടാരത്തിന്റെ പ്രോട്ടോകോൾ എന്തെന്ന് എനിക്കറിയത്തില്ല, കൊട്ടാരത്തിന്റെ നടപടിക്രമങ്ങൾ എന്തെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അറിയാതെ ഇരിക്കെ ദൈവമായ കർത്താവ് എന്നെ പുൽപ്പുറങ്ങളിൽ വെച്ച് കണ്ട് എന്നെ തിരഞ്ഞെടുത്ത് ഇടയനായി കിടന്ന എൻ്റെ സ്റ്റാറ്റസിനെ മാറ്റി. ആരോടാ ഞാൻ പറയുന്നത്? നിന്റെ സ്റ്റാറ്റസിനെ മാറ്റി. നിന്റെ അപ്പൻ ജീവിച്ചത് പോലെയല്ല, നിന്റെ കസിൻസ് ജീവിക്കുന്നത് പോലെയല്ല, നിന്റെ സ്റ്റാറ്റസിനെ മാറ്റുന്ന ദൈവത്തിന്റെ കൃപ. സ്തോത്രം. എൻ്റെ സ്റ്റാറ്റസിനെ മാറ്റി എന്നെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. പക്ഷേ ഈ കൊട്ടാരത്തിൽ കൊണ്ടുവന്നപ്പോൾ ഈ യാത്രയിൽ എൻ്റെ ഉള്ളത്തെ തണുപ്പിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. എൻ്റെ ഉള്ളത്തെ തണുപ്പിച്ച ഒരുവൻ, എൻ്റെ പ്രാണനെ ചൂടാക്കിയ ഒത്തിരി പേരുണ്ട്, എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ഒത്തിരി പേരുണ്ട്, എന്നെ കരയിപ്പിച്ചവരുണ്ട്, എന്നെ വിമർശിച്ചവരുണ്ട്, എനിക്കെതിരെ കള്ള കഥകൾ പറഞ്ഞവരുണ്ട്, എനിക്ക് നേരെ വിരൽ ചൂണ്ടിയവരുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ എൻ്റെ ഉള്ളത്തെ തണുപ്പിച്ച, എൻ്റെ അങ്ങനെയുള്ള ആരും ഇവിടെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഉള്ളത്തെ തണുപ്പിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രതികരിച്ച്. എൻ്റെ ഉള്ളത്തെ തണുപ്പിച്ച ഒരു യോനാഥാൻ ഉണ്ട്.
ഉള്ളത്തെ തണുപ്പിച്ച യോനാഥാൻ. പക്ഷേ ചുമനെ ഈ ഡെയിലി 1,00,000 രൂപ തന്ന ശുശ്രൂഷയെ ദൈവസഭയെ ബലപ്പെടുത്തുന്നതിനേക്കാൾ ഡെയിലി 1,00,000 രൂപ തരുന്നതിനേക്കാൾ ഒത്തിരി നല്ലതാണ് വല്ലപ്പോഴും വന്ന് ഉള്ളത്തെ തണുപ്പിക്കുന്ന അതേ ഒരു ശുശ്രൂഷ. സ്തോത്രം. അങ്ങനെ ഉള്ളത്തെ തണുപ്പിച്ച ഒരു യോനാഥാൻ ഉണ്ടായിരുന്നു. ദാവീദ് ഇപ്രകാരം ചോദിച്ചു, ആരവിടെ? സ്തോത്രം. അതെ, അവന്റെ പ്രസ്, അവന്റെ ദർബാർ ഹാൾ നിറഞ്ഞു കഴിഞ്ഞു. അവന്റെ ഡിപ്ലോമേറ്റ്സ്, ഉന്നതന്മാർ നിറഞ്ഞു കഴിഞ്ഞു. ബുദ്ധിജീവികൾ അവിടെയുണ്ട്, അഹിത്തോഫേൽ അവിടെയുണ്ട്. അങ്ങനെയുള്ള ഉന്നതന്മാർ നിറഞ്ഞു കഴിഞ്ഞതായ ആ സമയത്ത് ദാവീദ് ചോദിച്ചു, ഫോർ ദ സേക്ക് ഓഫ് ജോനാഥാൻ, അതെ യോനാഥാൻ നിമിത്തം ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന്. ഞാൻ ഇവിടെ എത്തിയത് ദൈവത്തിന്റെ ദയാലാണ്. ഞാൻ വന്നത് എൻ്റെ പാട്ട് കൊണ്ടല്ല, എൻ്റെ സങ്കീർത്തനം കൊണ്ടല്ല, എൻ്റെ സ്തുതി കൊണ്ടല്ല. നോ, നിങ്ങൾ മിണ്ടുന്നില്ല. നിന്റെ അന്യഭാഷയല്ല നിന്നെ ഇവിടെ എത്തിച്ചത്. നീ 3 ഇരുന്ന് 7 ഇരുന്ന് 21 ഇരുന്ന് 40 ഇരുന്ന് നോ നടക്കത്തില്ല. നിന്റെ പെർഫോമൻസ് കൊണ്ടല്ല നീ ഇവിടെ എത്തിയത്, അവന്റെ കൃപയാലാണ് നീ ഇവിടെ എത്തിയത്. സോ ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ ദയാലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ദൈവത്തിന്റെ ദയ ഞാൻ വെളിപ്പെടുത്തണം. സാധാരണ അത് നടക്കത്തില്ല കേട്ടോ. കാരണം 2ാം രാജാവായി ഒരുവൻ വന്നു കഴിഞ്ഞാൽ 1ാം രാജാവിന്റെ കുടുംബക്കാരെ മുഴുവൻ വെട്ടി കൊന്നുകളയും. പല കഷണമായി അതേ സെക്കൻഡ് ഡൈനാസ്റ്റി, ഫസ്റ്റ് ഡൈനാസ്റ്റിയെ മുഴുവൻ ഉന്മൂലനാശം ചെയ്യും. ആദ്യത്തെ രാജാവിന്റെ കുടുംബാംഗങ്ങളെ മുഴുവൻ 2ാം രാജാവ് മുഴുവൻ പേരെ ഉന്മൂലനാശനം ചെയ്ത് നിഷ്കാസനം ചെയ്യും. എന്നാൽ ദാവീദ് പറഞ്ഞു, ഇത് പ്രതികാരത്തിന്റെ ദിവസങ്ങൾ അല്ല, ഇത് പകരത്തിന്റെ ദിവസങ്ങളല്ല. നിങ്ങൾ മിണ്ടുന്നില്ല. ഇത് കയ്പിന്റെ വർഷം അല്ല, ഇത് അടിവടിക്കിന്റെ വർഷമല്ല, ഇത് കൂടെ നിന്ന് പാര പണിയുന്ന വർഷങ്ങൾ അല്ല. പകരം ഇത് ദൈവത്തിന്റെ കമ്പാഷൻ, ദൈവത്തിന്റെ മനസ്സരിവ് വെളിപ്പെടുത്തുന്ന ദിവസങ്ങൾ അത്രേ. ഹല്ലേലൂയ. കാരണം മനസ്സരിയുമ്പോഴാണ് കുഷ്ഠരോഗി ശുദ്ധമാകുന്നത്. മനസ്സരിയുമ്പോഴാണ് ലഞ്ച് ബോക്സിന്റെ വലിപ്പത്തിൽ ഇരിക്കുന്ന 5 അപ്പവും 2 മീനും 35,000 പേരുടെ വയറ് നിറയ്ക്കുന്നത്. മനസ്സരിയുമ്പോഴാണ് പാരാലിസിസ് രോഗി, തളർവാദ രോഗി എഴുന്നേറ്റ് നടക്കുന്നത്. മനസ്സരിയുമ്പോഴാണ് ലാസർ പുറത്തു വരുന്നത്. കമോൺ, മനസ്സരിവ്. പെന്തിക്കോസ് മനസ്സ് മാറി ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കാൻ ആഗ്രഹമുള്ളവരെ ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. സോ ദൈവത്തിന്റെ ദയ ഞാൻ കാണിക്കേണ്ടതിന് ഇൻ ദ ഹൗസ് ഹോൾഡ് ഓഫ് സൗൾ, ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന്, ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന്, ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ആരും വേണ്ടതില്ല. ഈ പഞ്ചായത്തിൽ ഇത് സ്തോത്രം കുറവാണോ? എനിക്ക് കൂടെ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന്, ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന്, ദൈവത്തിന്റെ എൻ്റെ വെള്ള വസ്ത്രം കാണിക്കേണ്ടതിനല്ല, ഞാൻ ആഭരണം ഇട്ടിട്ടില്ലെന്ന് കാണിക്കേണ്ടതല്ല, ഞാൻ മീശ എടുത്ത് ജലത്തിന്റെ പരസ്യം കാണിക്കേണ്ടതിനല്ല, ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന്, ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന്, ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന്. ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? വിജു പാസ്റ്ററെ, ഒരു മാനുസ്ക്രിപ്റ്റിൽ ഞാൻ വായിച്ചത് സീബ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. സീബ ജീവിച്ചത് യവനെ കൊണ്ടാ, ഈ യോനാഥാന്റെ മോനെ കൊണ്ടാ ജീവിക്കുന്നത്. ഈ നമ്മളെ കൊണ്ട് ജീവിക്കുന്ന ചില പുള്ളികളുണ്ട്. കയ്യുയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. കയ്യുയർത്തണ്ട, നമ്മളെ കൊണ്ട് ജീവിക്കുന്ന ചില പാർട്ടികളുണ്ട്. അവൻ പുതിയ നിയമത്തിലെ 2ാമത്തെ യൂത എന്ന് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു തരട്ടെ. നിന്നെ കൊണ്ട് ജീവിക്കുന്നവൻ, അവൻ അവസരം കിട്ടുമ്പോൾ നിന്നെ കാട്ടിക്കൊടുക്കും. സീബ മുന്നോട്ട് വന്നു. ശൗലിന്റെ കുടുംബത്തിൽ ആരെയോ കാത്തിരിക്കുകയാണല്ലേ. എനിക്ക് ജോർജ് കുട്ടി, എൻ്റെ വേർഷനിൽ എനിക്ക് ജോർജ് കുട്ടി തന്നാൽ ഒരുത്തന്നെ ഞാൻ കാണിച്ചു തരാം എന്ന അർത്ഥത്തിലാണ് സീബ മുന്നോട്ട് വന്നത്. എനിക്ക് ഇനാം തന്നാൽ, എനിക്കൊരു എമൗണ്ടിങ് പോരട്ടെ, എനിക്ക് ഒരു ഇനാം തന്നാൽ, അതെ സ്തോത്രം, ഞാൻ അവനെ കാണിച്ചു തരാം. അവന് താമസിക്കുന്നത് സ്തോത്രം തിരുവല്ലയിലോ ചങ്ങനാശ്ശേരിയിലോ കോട്ടയത്തോ അതേ ചിങ്ങവനത്തോ ഒന്നല്ല. അവൻ താമസിക്കുന്നത് റാന്നിയിലല്ല, പൊൻകുന്നത്തല്ല, അതേ സ്തോത്രം താമരശ്ശേരിയിലല്ല. അവൻ താമസിക്കുന്നത് അങ്ങ് ലോദേബാനിലാണ്. ലോദേബാനിൽ ഒരുവൻ താമസിക്കുന്നു. ലോദേബാൻ അവൻ്റെ അഡ്രസ്സ് ലോദേബാനാണ്. ലോദേബാൻ കേട്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ലോദേബാൻ പോയിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. പോയിട്ടുള്ളവർ മുക്കാറുപേർ ഈ പന്തലിൻ കീഴിൽ കർത്താവിനോട് പറഞ്ഞ് ഈ വചനം ധ്യാനിക്കുമ്പോൾ പോയി എൻ്റെ ജനത്തോട് പറ, അവരുടെ ലോദേബാനിൽ നിന്ന് ഇന്ന് രാത്രി ഞാൻ അവരെ പുറത്തെടുക്കാൻ വേണ്ടി പോകുന്നു. ലോദേബാൻ നല്ലൊരു സ്ഥലമല്ല. ലോദേബാൻ ഇറ്റ്സ് എ ഡ്രൈ പ്ലേസ്. ലോദേബാൻ എന്ന് പറയുന്നത് സ്തോത്രം ഉണങ്ങിയ ഒരു സ്ഥലം. അവിടെ വിതയില്ല, അവിടെ കൊയ്ത്തില്ല, അവിടെ പച്ചിപ്പൊന്നുമില്ല. അവിടെ വിതയില്ല, അവിടെ കൊയ്ത്തില്ല, അവിടെ പച്ചയായ യാതൊരു നന്മയുമില്ല. ബ്രദർ, ഇന്ന് രാത്രി നിന്റെ ജീവിതത്തെ ദൈവാത്മാവ് വിവേചിച്ച് പറയുന്നു, നിന്റെ ലൈഫിൽ വിതയില്ല, നന്മയില്ല, പച്ചിപ്പില്ല. നീ വരണ്ട് ജീവിക്കുകയാണ്. പലതിൽ നിനക്ക് വരൾച്ചയാണ്. നിന്റെ ആരോഗ്യത്തിൽ വരൾച്ചയാണ്, നിന്റെ സമ്പത്തിൽ വരൾച്ചയാണ്, നിന്റെ തലമുറയിലും അവരുടെ വിദ്യാഭ്യാസത്തിലും വരൾച്ചയാണ്. എന്നാൽ ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് നിന്ന് ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിന്റെ പ്രവാചകനായ ഞാൻ ഈ രാത്രി വിളിച്ചു പറയട്ടെ, നിന്റെ അഡ്രസ്സ് മാറുവാൻ പോകുന്നു. ഒരിക്കൽ കൂടെ നിന്റെ അഡ്രസ്സിനെ ദൈവം മാറ്റുവാൻ വേണ്ടി പോകുന്നു. നിന്റെ അഡ്രസ് മാറുന്നു. ലോദേബാൻ എന്ന് പറയുന്നത് സ്തോത്രം ഒരു ഉണങ്ങിയ സ്ഥലമാണ്. ഒരു വിടുതലും അവിടെ നടക്കുന്നില്ല. അവിടെ പലതും ഡെഡാണ്, പലതും ഉണങ്ങിയിരിക്കുന്നു. കല്യാണം നടക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല, നന്മ ഉണ്ടാകുന്നില്ല. സ്തോത്രം, അതെ പണ്ടത്തെ ഒരു ശക്തിയുണ്ട്, പണ്ടത്തെ ഒരു അന്യഭാഷയുണ്ട്, അതിൽ മാത്രം സ്റ്റക്കായിരിക്കുന്നു. അടുത്ത ലെവലിലേക്ക് പോകാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി അഭിഷേകം നുകങ്ങളെ ഉടച്ചു കളയുന്നു. അഭിഷേകം നുകത്തെ തകർത്ത് ചലിക്കാതിരിക്കുന്ന എല്ലാറ്റിനെയും, ചലനമില്ലാതിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ ഇന്ന് രാത്രി സ്റ്റാഗ്നന്റിൽ നിന്ന് ഒരു മൂവ്മെന്റിലേക്ക്, ഒരിക്കൽ കൂടെ സ്റ്റാഗ്നന്റിൽ നിന്ന് മൂവ്മെന്റിലേക്ക്, സ്തംഭനാവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ ചലനത്തിലേക്ക് കർത്താവ് വിടുതലോടെ കൊണ്ടുവരുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ 2 കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്.
യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ലോദേബാൻ ഉണങ്ങിയ സ്ഥലമാണ്, പച്ചയായ യാതൊരു കാര്യങ്ങളുമില്ല, എല്ലാം സ്റ്റക്കായിരിക്കുന്നു. അവിടേക്ക് കടന്നു പോകുമ്പോൾ ഒരു ഉണങ്ങിയ സ്ഥലത്ത് ഒരു ചെറിയ കൂടാരത്തിന്റെ നടുവിൽ ആ പ്രദേശം മുഴുവൻ മണൽ കാറ്റുകളാണ്. നിങ്ങളുടെ മനസ്സിന്റെ തിയേറ്ററിന്റെ കണ്ണുകളെ തുറന്നൊന്ന് കണ്ടാട്ടെ. പൊടി പടലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മരുഭൂമിയുടെ മണൽ കാറ്റ് മാത്രമേ ഉള്ളൂ. പച്ചയായ ചെറിയൊരു സസ്യം പോലും അവിടെ കാണാൻ കഴിയുന്നില്ല. ഒരു പച്ചില പോലും ഇല്ലാത്ത സ്ഥലത്ത്, അതേ മണൽ കാറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ പ്രദേശത്ത് ചെറിയൊരു കൂടാരത്തിന്റെ നടുവിൽ ഒരു ചെറുക്കൻ, സ്തോത്രം, ഇതാ ഇരിക്കുന്ന ഒരു യുവാവ് ഇരിക്കുന്ന. അവിടേക്ക് ഞാൻ കയറി ചെന്നാൽ അവൻ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് സർ എന്ന് പറഞ്ഞ് അവൻ എഴുന്നേൽക്കത്തില്ല. അവൻ ഇരിക്കാനേ പറ്റത്തുള്ളൂ. കാരണം അവന്റെ കാലുകൾ അവന്റെ കയ്യേക്കാൾ വണ്ണം കുറവാണ്. ഒരിക്കൽ കൂടെ അവന്റെ കാലുകൾ അവന്റെ കയ്യേക്കാൾ വണ്ണം കുറവാണ്. അവൻ വൈകല്യത്തിൽ ആയിരിക്കുന്നു. ഈ രാത്രി സഭ വൈകല്യത്തിൽ നിറയപ്പെട്ടവർ അല്ല, ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണരാണ്. സഭ വൈകല്യത്തിൽപ്പെട്ടവർ അല്ല, ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണരാണ്. കേട്ടവർ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. സ്തോത്രം. ഞാൻ അവനോട് ചോദിച്ചു, നീ ആരാണ്? അവൻ പറയും, ഞാൻ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവിന്റെ കൊച്ചുമോനാണ്, ശൗലിന്റെ കൊച്ചുമോനാണ് ഞാൻ. എന്റെ വലിയപ്പച്ചന്റെ പേര് ശൗല്, എന്റെ അപ്പന്റെ പേര് യോനാഥാൻ, എന്റെ പേര് മെഫിബോശെത്ത്. മെഫിബോശെത്ത് എന്ന് പറഞ്ഞാൽ വായിൽ നാറ്റം, സ്റ്റിങ് ഇൻ ദ മൗത്ത്. ഓ, വായിൽ നാറ്റം എന്നാണ് അർത്ഥം. ആരെയോ നോക്കി നാട്ടുകാരും വീട്ടുകാരും പറയുന്നു, അവനെ കുറിച്ച് പറയണ്ട, അവനൊരു നാറ്റ കേസാ. അവളെ കുറിച്ച് പറയണ്ട, അവളൊരു നാറ്റ കേസാ. പുള്ളിയെ കുറിച്ച് പറയാതിരിക്കുന്നതാ നല്ലത്. പുള്ളി ഒരു നാറ്റ കേസാ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ നാറ്റ കേസ് എന്ന് പറഞ്ഞവരുടെ നടുവിൽ ഹല്ലേലൂയ പുതിയൊരു ചരിത്രമാക്കി ചാപ്റ്ററാക്കി നിന്റെ ജീവിതത്തെ കർത്താവ് മാറ്റുവാൻ വേണ്ടി പോകുന്നു. അതിന്റെ പേരാണ് തേജസ്സിന്റെ സുവിശേഷം. നാറ്റം എന്ന് പറഞ്ഞവരുടെ നടുവിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മാറ്റത്തിന് വേണ്ടി ആരോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പന്തനം കീഴിൽ തുറന്നു. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. നാരിയ കഥകൾ എന്ന് പറഞ്ഞ നാറ്റം എന്ന് പറഞ്ഞവരുടെ നടുവിൽ ഒരു മാറ്റത്തിന് വേണ്ടി ദൈവം നിന്നെ മാറ്റുവാൻ പോകുന്നു. ശബ്ദമുയർത്തി ആമേൻ പറഞ്ഞേ. സോ മെഫിബോശെത്തേ, പറ, നിന്റെ കാലുകൾക്ക് എന്താ സംഭവിച്ചത്? നിന്റെ കയ്യേക്കാൾ കാലുകൾ ഉണങ്ങിപ്പോയല്ലോ, എന്താ സംഭവിച്ചത്? അവൻ തിരിച്ചിങ്ങനെ പറയും, ബ്രദർ സുരേഷ് ബാബു, 5 വയസ്സ് വരെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ മുടന്തനായി ജനിച്ചവനല്ല. എൻ്റെ കാലുകൾ നല്ല കാലുകളായിരുന്നു, നല്ല ആരോഗ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വലിയപ്പച്ചൻ്റെ കൊട്ടാരത്തിന്റെ പടിക്കെട്ടുകൾ ഓടി കയറിയവനാണ്. വലിയപ്പച്ചൻ സിംഹാസനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മടിയിൽ എന്നെയും എടുത്തു വെച്ചിരുന്നു. ഞാൻ രാജകുമാരനാണ്. രാജാവിന്റെ പള്ളി കിടക്കയിൽ എന്ന് പറഞ്ഞാൽ പള്ളി ഉറക്കത്തിൽ രാജാവിന്റെ മെത്തമേൽ ഞാൻ ഉറങ്ങിയവനാണ്. സിൽവർ സ്പൂണിൽ, സ്തോത്രം, ഞാൻ ഫുഡ് കഴിച്ചവനാണ്, ആഹാരം കഴിച്ചവനാണ്. സ്വർണ്ണ പ്ലേറ്റിൽ ഞാൻ മുന്തിയ പഴവർഗ്ഗങ്ങൾ കഴിച്ചവനാണ്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് കൊട്ടാരത്തിലാണ്. ആ പടികൾ ഞാൻ ഓടിക്കയറി. എനിക്ക് നിൽക്കാൻ കഴിയുമായിരുന്നു, എനിക്ക് നടക്കാൻ കഴിയുമായിരുന്നു, എനിക്ക് ഓടാൻ കഴിയുമായിരുന്നു. രാജ്യത്തിൽ ഏറ്റവും ഏറ്റവും ഡിമാൻഡുള്ള ഗ്രാൻഡ് സൺ, രാജ്യത്തിന്റെ ഏറ്റവും ഡിമാൻഡുള്ള ചെറുക്കൻ പയ്യൻ ഞാനായിരുന്നു. ഒരു ദിവസം ഞാനിതാ രാജകുമാരനായി വിലസി ഞാൻ ജീവിക്കുന്ന ദിവസത്തിൽ എൻ്റെ വലിയപ്പച്ചനും അപ്പനും കൂടെ പടച്ചട്ടയിട്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, മോനെ, ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. ഞങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് ശത്രുവിനെ ജയിച്ച് ഞങ്ങൾ വേഗത്തിൽ വരാമേ. അവർ വേഗത്തിൽ പോയി ആ കുതിരപ്പുറത്ത് കയറി അവരിതാ കുതിരകളെ ഓടിച്ചു പോകുന്നത് ഞാനിതാ നോക്കി നിന്നു. ഒരാഴ്ച ഞാൻ കാത്തിരുന്നു, 2 ആഴ്ച ഞാൻ കാത്തിരുന്നു. അവർ വന്നില്ല. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ നിലവിളിച്ചും കൊണ്ട് ഒരു മെസ്സഞ്ചർ ഓടി വരികയാണ്. ഒരു സന്ദേശവാഹകൻ നിലവിളിച്ചു ഓടി വരുന്നു. അവൻ വിളിച്ചു പറഞ്ഞു, ഇസ്രായേലിന്റെ ദീപം കെട്ടുപോയി. ശൗൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, യോനാഥാനും കൊല്ലപ്പെട്ടു. ശൗൽ അതേ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, യോനാഥാനും കൊല്ലപ്പെട്ടു. ആ ഒറ്റ ദിവസത്തിൽ എനിക്ക് എൻ്റെ അപ്പനെ നഷ്ടപ്പെട്ടു, എനിക്ക് എൻ്റെ വലിയപ്പച്ചനെ നഷ്ടപ്പെട്ടു. എൻ്റെ അപ്പനെയും എൻ്റെ വലിയപ്പച്ചനെയും ഒറ്റ ദിവസം എനിക്ക് നഷ്ടപ്പെട്ടു. ഇന്ന് രാത്രി ചില ഡേറ്റുകൾ നിനക്ക് ഓർക്കാൻ താല്പര്യമില്ല, ചില മാസങ്ങൾ നിനക്ക് ഇഷ്ടമല്ല, കലണ്ടറിൽ ചില ദിവസങ്ങൾ നിനക്ക് ബ്ലാക്ക് ആണ്, അത് കറുത്ത ദിവസങ്ങളാണ്. എന്നാൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നിന്റെ ആ നിന്ദകളെ കർത്താവ് ഉരുട്ടി മാറ്റുവാൻ തന്റെ ദൂതന്മാരെ ഇറക്കിയിട്ടുണ്ട്. വിലാപം കണ്ടവരെ, ഉടഞ്ഞവരെ, തകർന്നവരെ, ആത്മഹത്യ എന്ന് ചിന്തിക്കുന്നവരെ ഇന്ന് രാത്രി കർത്താവ് നിന്നെ തൊടുവാൻ വേണ്ടി പോകുന്നു. ഇന്ന് രാത്രി ദൈവം നിന്നെ വിടിവിപ്പാൻ വേണ്ടി പോകുന്നു. ഓ ഹല്ലേലൂയ. എവിടെയാണോ നീ തൊലഞ്ഞത്, എവിടെയാണോ തകർന്നത്, അതിന്റെ നടുവിൽ ദൈവത്തിന് നിന്നെ ഉയർത്തുവാൻ പദ്ധതിയുണ്ട്. നീ കൃപയുടെ അടയാളമാണ്. ഓ കമോൺ, നിങ്ങൾ കേട്ടില്ല. നീ കൃപയുടെ അടയാളമായി നീ ഉയരുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുടെ ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. സോ എൻ്റെ അപ്പൻ മരിച്ച ദിവസം, എൻ്റെ വലിയപ്പച്ചൻ മരിച്ച ദിവസം കൊട്ടാരത്തിൽ ഒരു കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതാ ശത്രുക്കൾ ഓടി വരുന്നുണ്ട്. അടുത്ത സ്തോത്രം ലക്ഷ്യം അതേ രാജാവിന്റെ കുടുംബക്കാരെയാണ്. രാജാവിന്റെ കുടുംബക്കാരെ കൊല്ലുവാൻ വേണ്ടി ശത്രു സൈന്യം ഇതാ അടുത്തടുത്ത് വരുന്നു എന്ന് പറഞ്ഞ് 3ാം തലമുറക്കാരനാകുന്ന എന്നെ എടുത്തുകൊണ്ട് എൻ്റെ ധാത്രി, എൻ്റെ നേഴ്സ് ഇതാ ഓടുവാൻ തുടങ്ങി. കൊട്ടാരത്തിലെ ജോലിക്കാരാണ് ഏറ്റവും കൈക്കരുത്തുള്ളവർ. നല്ല കരുത്തുള്ള, നല്ല എഫിഷ്യൻ്റ് ആയ ജോലിക്കാരെ കാണണമെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ അല്ല നോക്കേണ്ടത്, കൊട്ടാരത്തിലാണ് നോക്കേണ്ടത്. അവിടെ
കരങ്ങൾ ഏറ്റവും കരുത്തുള്ള കരങ്ങളാണ്. ആ കരങ്ങളെ നമ്മളങ്ങ് ട്രസ്റ്റ് ചെയ്യും. പക്ഷെ നീ ട്രസ്റ്റ് ചെയ്യുന്നവരാണ് പലപ്പോഴും നിന്നെ കൈ ഒഴിയുന്നത്. ഓ കമാൻ മിണ്ടുന്നില്ല. നീ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നവരാണ് പലപ്പോഴും കൈ കഴുകുന്നത്, കൈ ഒഴിയുന്നത്. ആ ധാത്രി ചെറുക്കനെയും എടുത്തിട്ട് ഓടുമ്പോൾ, ആ ധാത്രി കൊച്ചിനെയും കൊണ്ട് ഓടുമ്പോൾ, 5 വയസ്സുകാരെയും കൊണ്ട് പോകുമ്പോൾ വേദപുസ്തകം പറയുന്നു, അവളുടെ കയ്യിൽ നിന്ന്, കാക്കേണ്ട കൈകളിൽ നിന്ന്, കരുതേണ്ട കൈകളിൽ നിന്ന്, പ്രൊട്ടക്ട് ചെയ്യേണ്ട കൈകളിൽ നിന്ന്, ചേർത്ത് പിടിക്കേണ്ട കരങ്ങളിൽ നിന്ന്, ഉയർത്തേണ്ട കരങ്ങളിൽ നിന്ന് 5 വയസ്സുകാരൻ നിലത്ത് വീണ്. 5 വയസ്സുകാരൻ നിലത്ത് വീണ് അവന് ഡാമേജ് പറ്റി. നിലത്ത് വീണ് അവന് ഡാമേജ് പറ്റി. അവൻ മുടന്തനായി ജനിച്ചതല്ല. someone drop him. ആരോ അവനെ നിലത്തിട്ടതാണ്. രാത്രി ആത്മാവിൽ വിവേചിച്ച് പറയട്ടെ, ആരോ നിന്നെ ഡ്രോപ്പ് ചെയ്തു, ആരോ നിന്നെ കൊയറിൽ ഡ്രോപ്പ് ചെയ്തു, ആരോ നിന്നെ കമ്മിറ്റിയിൽ ഡ്രോപ്പ് ചെയ്തു, ആരോ നിന്നെ ചർച്ചിൽ ഡ്രോപ്പ് ചെയ്തു. ഓ ഇവൻ പറയും, എന്റെ നട്ടൽ ഇടിച്ചു, എന്റെ 2 കാലുകളും നിർജീവ അവസ്ഥയിലായി പോയി. താങ്ങേണ്ടവർ എന്നെ തളർത്തി, മുറിവ് കെട്ടേണ്ടവർ എന്നെ മുറിച്ചു, കണ്ണുനീർ തുടയ്ക്കേണ്ടവർ എന്നെ കരയിപ്പിച്ചു, ചേർത്ത് പിടിക്കേണ്ടവർ എന്നെ തള്ളിക്കളഞ്ഞു, സ്വസ്ഥത തരേണ്ടവർ എന്റെ സ്വസ്ഥത കെടുത്തി. ഇതാ സ്തോത്രം, someone drop me. ഓ നിങ്ങൾ മിണ്ടുന്നില്ല. സ്തോത്രം, someone drop me. ഞാനിതാ എൻ്റെ നട്ടൽ ഇടിച്ച് എൻ്റെ 2 കാലുകൾ മുടന്തനായി. ഞാൻ അങ്ങനെ ജനിച്ചതല്ല കേട്ടോ, ഇതല്ല എൻ്റെ ലൈഫ്, ഇതല്ല. പക്ഷേ someone drop me. എൻ്റെ ധാത്രി എന്നെ സൂക്ഷിക്കേണ്ട എൻ്റെ നേഴ്സ്, എൻ്റെ പരിചാരിക എന്നെ തള്ളിയത് കൊണ്ട് ഞാൻ മുടന്തനായിപ്പോയി. ഞാനിപ്പോൾ ലോദേബാനിൽ ഒളിച്ചു പാർക്കുക. എന്താ ഒളിച്ചു പാർക്കുന്നതെന്നറിയോ? പുതിയൊരു രാജാവ് വന്നിട്ടുണ്ട്. പുതിയൊരു രാജാവ്. പുള്ളി ഭയങ്കര വീരനും ശൂരനുമാ. പുള്ളി കരടിയെ കിട്ടിയ കീറിക്കളയും, സിംഹത്തെ കിട്ടിയ അടിച്ചു കൊല്ലും, മല്ലനെ കിട്ടിയ അവൻ്റെ തലയെ വെട്ടിയെടുക്കും. എൻ്റെ വലിയപ്പച്ചനെ പോലെയല്ല പുള്ളി. അതുകൊണ്ട് പുതിയ രാജാവ്. ഞാനിതാ ഈ ഉണങ്ങിയ ദേശത്ത് ഞാൻ ഒളിച്ചു പാർക്കുകയാണ്. ലൈഫ് തീർന്നു, ഞാൻ ഒളിച്ച് പാർക്കുകയാണ്. ആരോ പറയുന്നു ജീവിതം തീർന്നു, ആരോ പറയുന്നു കരഞ്ഞ് തീരാം, നിരാശകൾ തീരാം, കടം കൊണ്ട് തീരാം, കഷ്ടത കൊണ്ട് തീരാം. 2 മിനിറ്റ് ഞാൻ നിർത്തി പെട്ടെന്ന്. സ്തോത്രം, അതെ തീർന്നു. ലോദേബാനിൽ ഒളിച്ചു പാർക്കുന്നു. പുറമേ ചിരിച്ച് ഒരു പ്ലാസ്റ്റിക് ചിരിയുണ്ട്. സുഖാണ്, ഒരു പ്ലാസ്റ്റിക് ചിരിയുണ്ട്. പക്ഷേ പുറമേ പ്ലാസ്റ്റിക് ചിരിക്കുമ്പോൾ ഉള്ളിലൊരു അഗ്നിപർവ്വതമാണ്. എന്നാൽ സ്തോത്രം, പുറമേ ചിരിച്ച് ഉള്ളിൽ കരയുന്നവരോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, can you hear that sound? ആ ശബ്ദം നിനക്ക് കേൾക്കാൻ പറ്റുന്നോ? ഏത് ശബ്ദം? ആ ശബ്ദം നിനക്ക് കേൾക്കാൻ പറ്റുന്നോ? ഏത് ശബ്ദം? ആ കുതിര കുളമ്പടി ശബ്ദം നീ കേൾക്കുന്നുണ്ടോ? ആ കുതിര കുളമ്പടി ശബ്ദം. അയ്യോ കുതിരയോ! അയാൾ എന്നെ കണ്ടുപിടിച്ച് കാണും. ആ ദാവീദ് എന്നെ കണ്ടുപിടിച്ചിട്ട് കുതിരകളെ അയച്ചതായിരിക്കും എന്നെ ഇവിടുന്ന് പോക്കാൻ, എന്നെ 52 കഷണമായി വെട്ടി കൊല്ലാൻ. അവന്റെ കുതിരകളും അവന്റെ രഥവും മരിക്കുകയാണ്. പക്ഷെ ഇന്ന് രാത്രി ദൈവകൃപയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇത് നിന്നെ പൊളിക്കേണ്ട ശബ്ദമല്ല, ഇത് നിന്നെ പണിയുന്ന ശബ്ദമാണ്. Come on. Yes. ശബ്ദം ഉയർത്തി. ഇത് ഈ ശബ്ദം നിന്നെ പണിയും. സുവിശേഷ ശബ്ദം നിന്നെ പണിയും. നിന്റെ താഴ്ചകളെ ഉയർച്ചകളാക്കുന്ന ശബ്ദം, നിന്റെ ശാപത്തെ തകർക്കുന്ന ശബ്ദം, നിന്റെ പരാജയത്തെ ജയമാക്കുന്ന ശബ്ദം. ഇന്ന് രാത്രി നിന്റെ ക്യാൻസറിന്റെ ട്യൂമറുകളെ യേശുവിന്റെ നാമത്തിൽ വേരോടെ നിന്റെ ശരീരത്തിൽ നിന്ന് പൊളിച്ചു മാറ്റുന്ന ശബ്ദം. ഇത് അത്ഭുതങ്ങളെ, അടയാളങ്ങളെ, വിവിധ വീരപ്രവൃത്തിയെ നിന്നിലേക്ക് കൊണ്ടുവരുന്ന ശബ്ദം. ശബ്ദം ഉയർത്തി ജനം ദൈവത്തെ സ്തുതിക്കട്ടെ. കാദേശ് മരുവിനെ നടക്കുന്ന ശബ്ദം, വനങ്ങളെ തോലൊരുപ്പിക്കുമാറാക്കുന്ന ശബ്ദം, മാൻകുട്ടികളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം. ഇത് നിന്റെ ജീവിതത്തെ മാറ്റി മറിക്കുന്ന ശബ്ദം. മിണ്ടുന്നില്ല. ഇത് നിന്റെ ജീവിതത്തെ മാറ്റി മറിക്കുന്ന ശബ്ദം. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. A gallop voice, a gallop sound. ആ കുതിരകളെ ശബ്ദം നീ കേട്ടോ, ആ രഥങ്ങളെ ശബ്ദം നീ കേട്ടോ. റിയലി എന്നെ മാറ്റേണ്ട ശബ്ദമാണ്. നോക്ക്, ആ രഥം ദാവീദിന്റെ ഒഫീഷ്യൽ രഥം വന്നിരിക്കുന്നത് നിന്നെ കൊണ്ടുപോകാനാ. കാരണം നിന്റെ ആപ്പൻ യോനാഥാൻ ദാവീദിന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയാ. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, for the sake of Jonathan, is anyone is remaining in the entire household of Saul. സൗലിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും അതേ ശേഷിച്ചിരിക്കുന്നുവോ? സൗലിന്റെ കുടുംബത്തിൽ യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നു? പുതിയ നിയമത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയട്ടെ, പിതാവായ ദൈവം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ആദാമ്യ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ?
ഒരിക്കൽ കൂടെ എന്നെ കേൾക്കുന്ന നാട്ടകമേ, തുറന്ന സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് എലോഹീം എൽ എലിയോൻ, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവ് ഈ രാത്രി ചോദിക്കും, യേശു ക്രിസ്തു നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ദാവീദിന്റെ കുടുംബത്തിൽ ആരെങ്കിലും, അതെ സ്തോത്രം, അതെ ആദാമിയ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഒരിക്കൽ കൂടെ യേശു ക്രിസ്തു നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ആദാമിയ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? വിശ്വസിക്കുന്നവരെ കരങ്ങളെ ഉയർത്തി, ശബ്ദം ഉയർത്തി, കുനിഞ്ഞിരിക്കാതെ സ്വർഗത്തിലേക്ക് നോക്കി പറ, ഞാനുണ്ട്, ഞാനുണ്ട്, ഞാനുണ്ട്. ഈ രഥം, ഈ കുതിര നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുക. റിയലി എന്നെ കൊണ്ടുപോകാനോ? ഇത് ദയയുടെ കാലമാണോ? ഇത് തകർച്ചയുടെ ദിവസങ്ങളല്ല. അല്ല, ഇത് ദൈവത്തിൻ്റെ ദയ നിന്നിൽ വെളിപ്പെടുന്ന വർഷമാണ്. നീ ആരെന്ന് നിന്റെ ചർച്ച ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ആരോടാ ഞാൻ പ്രവചിക്കുന്നത്? നിന്റെ ശുശ്രൂഷ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. നീ ആരെന്ന് ഇതുവരെ സ്തോത്രം അതേ ജനം മനസ്സിലാക്കിയിട്ടില്ല. നിന്റെ അഭിഷേകം എന്തെന്ന് 1, 2, 3, 4 നാലാമതിരിക്കുന്ന മോനോട് പരിശുദ്ധാത്മാ പറയുന്നു, നീ ആരെന്ന് ഇതുവരെ ഇന്ത്യൻ ചർച്ച മനസ്സിലാക്കിയിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ 1, 2, 3 യേശുവിന്റെ നാമത്തിൽ നീ ആരെന്ന് ഇതുവരെ ദേശം മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളെ റെപ്രസെന്റ് ചെയ്ത് അവർ എഴുന്നേറ്റ് നിൽക്കുകയാണ്. നീ ആരെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. ഒരിക്കൽ കൂടെ നീ ആരെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിയിട്ടില്ല. നീ ആരെന്ന് ഈ ദിവസങ്ങൾ വെളിപ്പെടാൻ പോകുന്നതേയുള്ളൂ. നിന്റെ ലോകാപാൻ സീസൺ കഴിഞ്ഞു. നിന്റെ ലോകപാൻ സീസൺ കഴിഞ്ഞു. നിന്റെ കണ്ണുനീരിന്റെ സീസൺ കഴിഞ്ഞു. നിന്റെ ഒറ്റപ്പെടലിന്റെ സീസൺ കഴിഞ്ഞു. നിന്റെ പരാജയത്തിന്റെ സീസൺ കഴിഞ്ഞു. നിന്റെ തലയണ മാറുകയാണ്. നിന്റെ തലയണ മാറുകയാണ്. നിന്റെ കിടക്ക മാറുകയാണ്. നിന്റെ പാത്രം മാറുകയാണ്. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. നിന്റെ തലയണ മാറുകയാണ്. നിന്റെ കിടക്ക മാറുകയാണ്. നിന്റെ ആഹാരം മാറുകയാണ്. നിന്റെ ആഹാരം മാറുകയാണ്. നിന്റെ അഡ്രസ് മാറുകയാണ്. നിന്റെ അവസ്ഥയെ ദൈവം മാറ്റുകയാണ്. നിന്റെ അവസ്ഥയെ ദൈവം മാറ്റുകയാണ്. നിന്റെ അപ്പൻ തോറ്റെടുത്ത്, നിന്റെ പിതാക്കന്മാർ തോറ്റെടുത്ത്, നിന്റെ അമ്മ തോറ്റെടുത്ത്, നിന്റെ പൂർവികർ തോറ്റെടുത്ത് നീ ജയിപ്പാൻ പോകുന്നു. നീ ജയിപ്പാൻ പോകുന്നു. ദൈവം നിന്നെ ജയിപ്പിക്കാൻ വേണ്ടി പോകുന്നു. തോൽപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ശക്തികളുടെ നടുവിൽ, തോൽപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ നടുവിൽ കൃപ തന്ന്, കൃപ തന്ന്, കൃപ തന്ന്, കൃപ തന്ന്, കൃപ തന്ന്, കരങ്ങൾ അടിക്കേണ്ടവർ കരങ്ങൾ അടിക്കട്ടെ. കൃപ തന്ന്, കൃപ തന്ന്, നൃത്തം ചെയ്യേണ്ടവർ നൃത്തം ചെയ്യട്ടെ. ആരാധിക്കേണ്ടവർ ആരാധിക്കട്ടെ. പുതിയ അന്യഭാഷ വിളിച്ചു പറഞ്ഞ് നിന്റെ അഡ്രസ് മാറാൻ പോകുന്നു. നിന്റെ അന്യഭാഷ മാറാൻ പോകുന്നു. നിന്റെ ദർശനത്തിൽ വലിയ അളവ് പകരാൻ പോകുന്നു. നിന്റെ അഭിഷേകത്തിൽ അഭിവൃദ്ധി വർദ്ധിപ്പാൻ വേണ്ടി പോകുന്നു. ശബ്ദമുയർത്തി ആരാധിച്ച് ശക്തിയോടെ, 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 ശക്തിയോടെ കരങ്ങളെ അടിച്ച്, കരങ്ങളെ അടിച്ച്, കരങ്ങളെ അടിച്ച്, കരങ്ങളെ അടിച്ച്, വായു തുറന്ന്. മലയാളമല്ല, സ്തോത്രമല്ല, അന്യഭാഷയല്ല, മലയാളമല്ല, സ്തോത്രമല്ല, അന്യഭാഷയല്ല. In the name of Jesus. അവസ്ഥ മാറുന്നു. നീ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ, നീ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ, നീ വിട്ടിട്ട് വന്ന വീടിന്റെ അവസ്ഥ മാറുന്നു. നീ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ ശക്തന്മാരായ ദൂതന്മാർ നിന്റെ ഭവനത്തിൽ ഇറങ്ങുന്നു. നീ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ ഊര്യവാളുമായി, ഊര്യവാളുമായി ദൈവദൂതന്മാർ നിന്റെ ഭവനത്തിൽ കുടിയിരിക്കുന്ന ദുരാത്മ ശക്തികളെ വെട്ടി 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 ഓടിച്ചു കൊണ്ടിരിക്കുന്നു. അവസ്ഥ മാറുന്നു. ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. അവസ്ഥ മാറുന്നു. എന്നും കണ്ണുനീരല്ല, എന്നും നിന്നയല്ല, എന്നും പരാജയമല്ല, എന്നും മുറിവുകളല്ല, എന്നും തകർച്ചയല്ല. നിന്നെ ഒതുക്കുവാൻ ആർക്കും കഴിയത്തില്ല. കല്ലറയിൽ ഒതുങ്ങാത്തവൻ, കല്ലറയിൽ ഒതുങ്ങാത്തവൻ, കല്ലറയിൽ ഒതുങ്ങാത്തവൻ നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു. Coming out of your ലോകമാൻ, നിന്റെ ലോകമാനിൽ നിന്ന് നീ പുറത്തു വരികയാണ്. നിരാശയിൽ നിന്ന് പുറത്തു വരുന്നു. ദുഃഖത്തിൽ നിന്ന് പുറത്തു വരുന്നു. നിരാശകളെ ബബായ്, നിരാശകളെ ബബായ്, ദുഃഖങ്ങളെ ബബായ്, പരാജയങ്ങളെ ബബായ്, തകർച്ചകളെ ബബായ്, നിന്ദകളെ അപമാനങ്ങളെ ബബായ്.
ശബ്ദമുയർത്തി മുഖങ്ങൾ ഉടയുന്നു, മുഖങ്ങൾ ഉടയുന്നു യേശുവിന്റെ നാമത്തിൽ. ചങ്ങലകൾ തകരുന്നു യേശുവിന്റെ നാമത്തിൽ. വിടുതൽ 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 വിടുതൽ. ഭൂതക്കെട്ടുകൾ ഉടയുന്നു. ദുരാത്മശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ദുരാത്മമണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മന്ത്രവാദ ശക്തികൾ അധികാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ലോദേമാനിൽ നിന്ന് പുറത്തു വരുന്നു, ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു വരുന്നു, പരാജയങ്ങളിൽ നിന്ന് പുറത്തു വരുന്നു. ഒരു 5 പേരെ തൊട്ട് അവരെ കണ്ണിൽ നോക്കി പ്രവചിച്ചു പറ, നിങ്ങളുടെ അഡ്രസ് മാറുന്നു. പറ നിങ്ങളുടെ അഡ്രസ് മാറുന്നു വെച്ചാ, നിങ്ങളുടെ അഡ്രസ് മാറുന്നു. പറ 5 പേരെ തൊട്ട് പ്രവചിച്ചു പറ. 5 പേരെ തൊട്ട് പറ, നിങ്ങളുടെ അഡ്രസ് മാറുന്നു, നിങ്ങളുടെ അഡ്രസ് മാറുന്നു. നിന്റെ ഊണ് കഴിക്കുന്ന പ്ലേറ്റ് മാറുന്നു, നിന്റെ കിടക്ക മാറുന്നു, നിന്റെ തലേണ മാറുന്നു. ആരോടാ ഞാൻ പറയുന്നത്? നിന്റെ ഫോൺ നമ്പർ മാറുന്നു, നിന്റെ വീടിന്റെ സ്ഥിതി മാറുന്നു. നിന്റെ ലോദേമാൻ ബബായ് ബബായ്, ലോദേമാൻ ബബായ്, ലോദേമാൻ ബബായ് ബൈ 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 ബൈ, ലോദേമാൻ. അപ്പനെ തളച്ച, അമ്മയെ തളച്ച, പൂർവികരെ തളച്ച ആ പാരമ്പര്യ ശാപം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇത് രാത്രി ഉടഞ്ഞു മാറുന്നു. ഇതിനകത്ത് നിന്ന് IAS-കാർ ഉയരും, ഇതിനകത്ത് നിന്ന് IPS-കാർ മാർച്ച് ചെയ്യും, ഇതിനകത്ത് നിന്ന് ശാസ്ത്രജ്ഞന്മാർ എഴുന്നേൽക്കും. യേശുവിന്റെ നാമത്തിൽ നിന്റെ നിന്നയെ ദൈവം ഉരുട്ടി മാറ്റുന്നു. പൊട്ടിക്ക് 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 ആ ചങ്ങലയെ പൊട്ടിക്ക്, ആ ചങ്ങലയെ പൊട്ടിക്ക്. സുവിശേഷം ഈ പുസ്തകം ഉയർത്തിയ ജനം ഉയർത്തപ്പെട്ടവരാണ്. ഈ പുസ്തകം ഉയർത്തിയ ജനം ഉയർത്തപ്പെട്ടവരാണ്. ചങ്ങലകൾ പൊട്ടുന്നു, നുകങ്ങൾ തകരുന്നു, കരങ്ങൾ അടിക്കുന്നു. നന്നായി കരങ്ങൾ അടിക്ക്. പിശാചിന്റെ ജയിലുകൾ പൊളിക്കുന്നു, സാത്താന്യ കാരാഗ്രഹം തകരുന്നു. ബദ്ധന്മാർ പുറത്തു വരുന്നു, ബദ്ധന്മാർ പുറത്തു വരുന്നു. ആമേൻ. ബബായ് ലോദമാൻ, ബബായ് ലോദമാൻ, ലോദമാനെ ബബായ് ബബായ്. ഇത് 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 എന്നെ കൊണ്ടോ വന്ന രഥമാണോ? നിനക്ക് വേണ്ടി മാത്രം. ഇത് പബ്ലിക് അല്ല, ഇത് പബ്ലിക് അല്ല, ഇത് പ്രൈവറ്റാ. ഇത് പഞ്ചായത്ത് കിണറല്ല. 2026 നിനക്ക് മാത്രമുള്ളതാ. നിന്റെ പേരിൽ ഒരു കൊയ്ത്തുണ്ട്, നിന്റെ പേരിൽ ഒരു റിവൈവൽ ഉണ്ട്, നിന്റെ പേരിൽ ഒരു ചർച്ച് ഗ്രോത്ത് ഉണ്ട്, നിന്റെ പേരിൽ ഒരു സ്തുതിയുടെ ഗീതമുണ്ട്, നിന്റെ പേരിൽ ഒരു കൊയ്ത്തുണ്ട്. Jesus name, come on, come on, come on. നിന്റെ പേര് ചീത്തയാക്കവരുടെ മുൻപിൽ, നിന്റെ പേര് ചീത്തയാക്കവരുടെ മുൻപിൽ പ്രവചനാത്മാവിൽ ഞാൻ കാണുന്നു. ഉടഞ്ഞ പാത്രത്തിൽ നിന്ന് സുഗന്ധം പുറത്തു വരുന്ന പോലെ, ഉടഞ്ഞ പാത്രത്തിൽ നിന്ന് സുഗന്ധം പുറത്തു വരുന്നത് പോലെ തെക്കോട്ട് വടക്കോട്ട് കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് നീ പരക്കുവാൻ പോകുകയാണ്. ഇത് എൻ്റെ പേരിൽ എനിക്ക് വേണ്ടി അയച്ച രഥമാണോ? നിൻ്റെതാ. മെബിഭാഷത്തെ ഇത് നിൻ്റെതാ. അതിന് ഞാൻ മുടന്തന. എനിക്ക് കയറാൻ കഴിയില്ലല്ലോ, എനിക്ക് കഴിയത്തില്ല. ഞാൻ മുടന്തന, എനിക്ക് കയറാൻ കഴിയില്ലല്ലോ. സാരമില്ല, കൃപ കയറ്റിക്കൊള്ളും. കൃപ കയറ്റിക്കൊള്ളും. നീ കയറുകയല്ല, കൃപ നിന്നെ കയറ്റുകയാണ്. നീ കയറുകയല്ല, കൃപ നിന്നെ കയറ്റുകയാണ്. കരയാൻ അറിയാമോ? നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോട് നിലവിളിച്ചു പറ, കൃപ തന്നെ താങ്ങണമേ. 2026 കൃപയിൽ പൊതിയണമേ. അകത്തും പുറത്തും പ്രസന്റിലും ഭാവിയിലും ഞാനല്ല. ദൈവകൃപ. കൊള്ളാം. എന്തൊരു രഥമാണ്,
എന്തൊരു രഥം! എൻ്റെ വല്യപ്പച്ചൻ്റെ രഥം ഉണ്ടായിരുന്നു. ശൗലിൻ്റെ രഥത്തെക്കാൾ നല്ല രഥമാണ് ഈ രഥം. എനിക്കിവിടെ നടക്കുമെന്ന് അറിയത്തില്ല. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, നല്ലത് കാണാൻ പോകുന്നേ ഉള്ളൂ. പറ നല്ലത് കാണാൻ പോകുന്നേ ഉള്ളൂ. നല്ലത് കാണാൻ പോകുന്നേ ഉള്ളൂ. നല്ല ചർച്ച് ഗ്രോത്ത് വരാൻ പോകുന്നതേ ഉള്ളൂ. നല്ല കൺവെൻഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ. കൂട്ടരക്ഷ വരാൻ പോകുന്നതേ ഉള്ളൂ. കൂട്ട സ്നാനങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. കൂട്ട വിടുതലുകൾ വരാൻ പോകുന്നതേ ഉള്ളൂ. നല്ല കാലങ്ങൾ പിൻപിലല്ല, നല്ല കാലങ്ങൾ നിന്റെ മുൻപിലാണ്. നല്ല ശുശ്രൂഷ നിന്റെ പിൻപിലല്ല, നല്ല ശുശ്രൂഷ നിന്റെ മുൻപിലാണ്. എല്ലാ പാസ്റ്റർമാർ, എല്ലാ പാസ്റ്റർ ആന്റിമാർ ശബ്ദമുയർത്തി ആരാധിക്കട്ടെ. ഇതുവഴി വരാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ച മണ്ണ് പുരണ്ട മണൽക്കാറ്റ് കൊണ്ട് നിറഞ്ഞ അവിടെ ലോക്ക് ചെയ്യപ്പെട്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ കൃപ നിന്നെ പുറത്തെടുക്കുക. പിശാച് മനുഷ്യന് ലോക്ക് ചെയ്തിട്ട സ്ഥലത്ത് നിന്ന് ദൈവകൃപ നിന്നെ പുറത്തെടുക്കുകയാണ്. പുറത്തു വന്ന ഒരുത്തൻ പോലും വീണ്ടും അകത്ത് കയറിയില്ല. പുറത്തു വന്ന ഒരുത്തനും അകത്ത് കയറിയില്ല. നേരം പോയി. അന്നിലെ അവസാനം ഒരു പാട്ട് പാടി ആരാധിക്കണം. സ്തോത്രം. അതേ, നോക്ക്, അവൻ പുറത്തു വന്നു. അവനിതാ യാത്രയായി. എങ്ങോട്ട് പോവാ? ദാവീദിന്റെ കൊട്ടാരത്തിലേക്ക് പോവാ. ആ കൊട്ടാരത്തിന്റെ വാതിക്കൽ രഥം നിന്നപ്പോ, അമ്പട കൊട്ടാരമേ, എൻ്റെ അപ്പച്ചന്റെ കൊട്ടാരത്തെക്കാൾ നല്ല കൊട്ടാരം. നേരത്തെ പറഞ്ഞില്ലേ നല്ലത് കാണാൻ പോകുന്നേ ഉള്ളൂ. കൊട്ടാരത്തിന് പടിക്കെട്ടുണ്ടല്ലോ. ഞാൻ മുടന്തന. കൊട്ടാരത്തിന് സ്റ്റേഴ്സ്, പടിക്കെട്ടുണ്ട്. എനിക്ക് കയറാൻ പറ്റത്തില്ല. എനിക്കെൻ്റെ ജെയിൽ കയറാൻ പറ്റത്തില്ല. എനിക്കെൻ്റെ മറ്റേ നീറ്റിൽ കയറാൻ പറ്റത്തില്ല. ഇവിടുത്തെ ചില എക്സാമിനേഷൻ്റെ പേരാ പറഞ്ഞേ. അതെ, എൻ്റെ ജെയി കയറാൻ പറ്റത്തില്ല. എൻ്റെ നീറ്റിൽ കയറാൻ പറ്റത്തില്ല. പുസ്തകത്തോട്ടെ. എന്നാൽ ഈ ദൈവദാസനിലൂടെ പരിശുദ്ധാത്മാവ് നിന്റെ മക്കളെ നോക്കി, ആ കുഞ്ഞുങ്ങളെ നോക്കി പറയുന്നു, നീ കയറുകയല്ല, തുടർന്നുള്ള വർഷങ്ങളിൽ കൃപ ആ കുഞ്ഞുങ്ങളെ കയറ്റുകയാണ്. കയറുകയല്ല. അപ്പനും അമ്മയ്ക്കുമില്ലാത്ത വിദ്യാഭ്യാസം, അപ്പനും അമ്മയ്ക്കുമില്ലാത്ത വിദ്യാഭ്യാസം നിന്റെ തലമുറയ്ക്ക് ഉളവാകാൻ പോകുകയും. മുടന്തൻ, രഥത്തിൽ കയറാൻ പറ്റാത്തവൻ, സ്റ്റേറിൽ കയറാൻ പറ്റാത്തവൻ മുടന്തൻ. കഴിവല്ല കൃപയാണ്. ഏതവനാ പാടിയത്? കഴിവല്ല കൃപയാണ്. ഏതവനാ പാടിയത്? മലയാളികൾ, ലക്ഷക്കണക്കിന് മലയാളികൾ കണ്ട് എവനാ പാടിപ്പിച്ചേ? കഴിവല്ല കൃപയാണ്. ഓക്കെന്നാടാ? ദയയല്ല ബലമല്ല നിൻ കൃപയാണ്. അർഹതയില്ലാത്ത സ്ഥാനത്ത് നിന്റെ സഭായോഗമല്ല, നിന്റെ ബൈബിൾ സ്റ്റഡി അല്ല, നിന്റെ പെർഫോമൻസ് അല്ല, നിന്റെ ഫ്ലൂട്ടല്ല കുട്ടി, നിന്റെ ഹൃദം പാഡല്ല, നിന്റെ ഗിറ്റാറല്ല, നിന്റെ കീബോർഡല്ല, എൻ്റെ 36 വർഷത്തെ പരിചയമല്ല. അവൻ്റെ കൃപ. മെഫിബോശത്തെ അടിയൻ നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി മെഫിബോശത്തെന്ന്. കാരണം നിന്നെ പോലെ പുരുക്കമുള്ള ഒരുവനെ ഞാൻ മരുഭൂമിയിൽ കണ്ടു. നിന്നെ പോലെ കവളുള്ള ഒരുവനെ ഞാൻ മരുഭൂമിയിൽ കണ്ടു. നിന്നെ പോലെ എച്ചിൻ താടിയുള്ളവനെ ഞാൻ മരുഭൂമിയിൽ കണ്ടു. നീ ആൾമോസ്റ്റ് നിന്റെ അപ്പൻ യോനാഥാനെ പോലെയാണ്. പുതിയ നിയമത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയട്ടെ, നിന്നെ പോലെ ഒരുവനെ ഞാൻ ക്രൂസിൽ കണ്ടു. നിന്നെ പോലെ ഞാൻ ഒരുവനെ 2 കള്ളന്മാരുടെ നടുവിൽ കണ്ടു. നിന്നെ പോലെ ഒരുവനെ 6 മണിക്കൂർ നേരം ഞാൻ ക്രൂസിൽ കണ്ടു. നിന്നെ പോലെ ഒരുവനെ ഞാൻ ആ ഇരുട്ടത്ത് അവസാനത്തെ 3 മണിക്കൂർ കണ്ടു. അതുകൊണ്ട് നിന്റെ അപ്പൻ്റെ പ്രോപ്പർട്ടിയെ നഷ്ടപ്പെട്ടെന്ന് നീ പറയുന്നുണ്ടല്ലോ, ഞാൻ നിനക്ക് തിരികെ നൽകാൻ പോവാ. പാസ്റ്റർ ജോമോനെ, ഈ കുഞ്ഞുങ്ങളുടെ, ഈ സഹോദരന്മാർ കരങ്ങളൊന്ന് ഉയർത്താനൊന്ന് പറഞ്ഞേ. ഈ കരങ്ങളൊന്ന് ഉയർത്തിക്കാൻ നോക്ക്. ഈ കൈകളുണ്ടല്ലോ, ഈ ഉയർത്തിയിരിക്കുന്ന ഈ 2 കരങ്ങൾ നഷ്ടപ്പെട്ടത് 7 മടങ്ങായി അവർ തിരികെ പിടിക്കാൻ വേണ്ടി പോവാ. നഷ്ടപ്പെട്ട പ്രോപ്പർട്ടി അവർ തിരിച്ചു പിടിക്കും. നഷ്ടപ്പെട്ട പണം അവർ തിരിച്ചു പിടിക്കും. നഷ്ടപ്പെട്ട നന്മ അവർ തിരിച്ചു പിടിക്കും. നഷ്ടപ്പെട്ട സൽപ്പേർ അവർ തിരിച്ചു പിടിക്കും. തിരിച്ചു പിടിക്കുന്നവന്റെ ശബ്ദം 30 സെക്കൻഡ് ഉയരട്ടെ. തിരിച്ചു പിടിക്കുന്നവന്റെ ശബ്ദം 30 സെക്കൻഡ് നന്നായി ഉയരട്ടെ.
നീ മുടന്തനല്ല, നീ മുടന്തനല്ല, നീ ക്രിസ്തു യേശുവിൽ പൂർണ്ണനാണ്. നീ മുടന്തനല്ല. നിന്നെ ആർക്കും ഇനി മേലെ വിരൽ ചൂണ്ടി നിനക്ക് ആ കുഴപ്പം, നിനക്ക് ഈ കുഴപ്പം, നിനക്ക് മറ്റേ കുഴപ്പമെന്ന് വിരൽ ചൂണ്ടാൻ കഴിയത്തില്ല. നിരത്തിൽ നിനക്ക് നേരെ വിരൽ ചൂണ്ടിയ വിരലുകളെ കത്ത മടക്കുന്നു. നിനക്കെതിരെ തുറക്കുന്ന വായ്കളെ കത്ത മിണ്ടാതാക്കുന്നു. നീ വല്ലവരുടെ മുൻപിൽ ആട്ടും തുപ്പം കൊണ്ട് ജീവിക്കേണ്ടവനല്ല. നീ രാജകുമാരനാണ്. ആരെങ്കിലും മാമയൻ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. നീ രാജകുമാരനാണ്. നീ ഒരു രാജകുമാരനാണ്. നീ കൊട്ടാരത്തിൽ പാർത്തോളാം. കേൾക്കുന്ന രാമൻ പറഞ്ഞാട്ടെ, നീ കൊട്ടാരത്തിൽ പാർത്തോളാം. തീർന്നില്ല. എന്റെ രാജകുമാരന്മാരുടെ കൂടെ നീ ഭക്ഷണം കഴിക്കണം. എന്റെ രാജകുമാരന്മാരുടെ കൂടെ നീ ഭക്ഷണം കഴിക്കണം. റിയലി 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 രാജകുമാരന്മാരോട് കൂടെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഈ മേശയിൽ ഈ കസേര കയറാൻ പറ്റത്തില്ലല്ലോ. എടാ, രഥത്തിൽ കയറ്റിയവൻ, കൊട്ടാരത്തിൽ കയറ്റിയവൻ ഈ കസേരയിലും കയറ്റി മാന്യതയുടെ സ്ഥാനത്ത് നിന്നെ ഇരുത്ത്. ഇന്ന് രാത്രി ഈ കുടുംബത്തെ നോക്കി, ഈ കുടുംബത്തെ നോക്കി യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കട്ടെ. മാന്യതയുടെ സ്ഥാനത്ത് ദൈവം നിന്നെ ഇരുത്തുവാൻ വേണ്ടി പോകുന്ന, നിന്നെ 7 അയലത്ത് അടുപ്പിക്കത്തില്ലെന്ന് ഏത് ഭൂതങ്ങൾ വെല്ലുവിളിച്ചാൽ അവന്റെ അജണ്ടകളെ കർത്താവ് തകർത്ത് ഓണറബിൾ പ്ലേസസിൽ ദൈവം നിന്നെ ഇരുത്താൻ പോകുന്നു. ആ ചെറുക്കനിരുന്നു മാന്യതയുടെ സ്ഥാനത്ത് കൊട്ടാരത്തിൽ. ആ ഊണ് മേശയിൽ അവൻ ഇരുന്നു. യെസ് 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 കമോൺ. എൻ്റെ ചുറ്റും കുറെ നല്ല അന്യഭാഷ ഉയരുന്നു. ചില സ്ഥാനങ്ങൾ ഉറക്കുകയാണ്. അവൻ ആ സ്ഥാനത്തിരിക്കുമ്പോൾ മുടി നീളമുള്ള ഒരു ഇൻഫ്ലുവൻസർ കടന്നു വരുന്നു. ഒരു സ്വാധീനമുള്ളവൻ വരുന്നു. അവൻ വന്ന് തൻ്റെ അടുത്തിരുന്നു. മെഫിബോശത്ത് ഇരിക്കുന്നിടത്ത് അവൻ വന്ന് അതേ സ്വാധീനമുള്ള ഒരുവൻ വന്ന് തൻ്റെ ഒരു വശത്തിരുന്നു. അവൻ്റെ പേരാണ് അബ്ശലോം. സ്വാധീനമുള്ളവരുടെ നടുവിൽ ദൈവം നിന്നെ ഇരുത്തുവാൻ പോകുന്നു. ഓ കമാൺ, ഭയങ്കര വലിയ ദൂത, വലിയ ദൂത, വലിയ ദൂത. സ്വാധീനമുള്ള സഭയാക്കി, സ്വാധീനമുള്ളവരുടെ നടുവിൽ, സ്വാധീനമുള്ളവരുടെ നടുവിൽ ദൈവസഭ ഇരിക്കാൻ പോകുന്നു. അവൻ ഇരുന്നപ്പോ വേറൊരുവൻ കടന്നു വരുന്നു. ഒരു ചെറുക്കനാ, ഇളയവനാ, കൊച്ചവനാ. അവൻ വന്ന് ഇടതുവശത്തിരുന്നു. അവൻ്റെ പേരാണ് ശലോമോൻ. ഇന്ന് രാത്രി ഞാൻ ദൂത് കൈമാറട്ടെ. ഒരു വശത്ത് അബ്ശലോമായിരിക്കും നിൽക്കുന്നത്, മറുവശത്ത് ശലോമോൻ. ജ്ഞാനികളുടെ നടുവിൽ ദൈവം നിന്നെ ഇരുത്തുവാൻ വേണ്ടി പോകുന്നു. ജ്ഞാനികളുടെ നടുവിൽ ദൈവം നിന്നെ ഇരുത്തുവാൻ പോകുന്നു. സ്വാധീനമുള്ളവരുടെ നടുവിൽ ദൈവം നിന്നെ ഇരുത്തുവാൻ പോകുന്നു. ജ്ഞാനികളുടെ നടുവിൽ ദൈവം നിന്നെ ഇരുത്തുവാൻ പോകുന്നു. സ്വാധീനമുള്ളവരുടെ നടുവിൽ ദൈവം നിന്നെ ഇരുത്തുവാൻ പോകുന്നു. എത്ര ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി വിശ്വസിക്കുന്നു. യെസ്, എന്റെ കർത്താവ് എനിക്കത് ചെയ്യുമെന്ന് പറയുന്നവർ, എന്റെ കർത്താവ് എനിക്കത് ചെയ്യുമെന്ന് പറയുന്നവർ ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. ഓട്ടക്കോൾ കൊടുക്കാൻ നേരമില്ല. ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. 2 കരങ്ങളെ ഉയർത്തി, 2 കരങ്ങളെ ഉയർത്തി, കരങ്ങളെ ഉയർത്തി. നിന്റെ നിരാശയിൽ നിന്ന്, നിന്റെ വൈകല്യത്തിൽ നിന്ന്, നിന്റെ കണ്ണുനീരിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തെടുക്കുന്നു. കർത്താവ് നിന്നെ പുറത്തെടുക്കുന്നു. ജ്ഞാനികളുടെ നടുവിൽ ദൈവം നിന്നെ ഇരുത്തുവാൻ പോകുന്നു. സ്വാധീനമുള്ളവരുടെ നടുവിൽ ദൈവം നിന്നെ ഇരുത്തുവാൻ പോകുന്നു. നിന്നെ തള്ളിയവരുടെ നടുവിൽ, നിന്നെ തകർത്തവരുടെ നടുവിൽ, നിന്നെ ഉടച്ചു കളഞ്ഞവരുടെ നടുവിൽ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. 2 കരങ്ങളെ ഉയർത്തി, 2 കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ, അനുഗ്രഹമായി അവരുടെ ജീവിതം തീരട്ടെ. എല്ലാ രോഗശക്തികളുടെ നടുവിൽ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. സകല രോഗാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ രോഗങ്ങൾ വിട്ടുമാറട്ടെ, എല്ലാ ബലഹീനതകൾ നീങ്ങിപ്പോകട്ടെ, എല്ലാ വ്യഥകൾ മാറിപ്പോകട്ടെ. ഈ ജനം അങ്ങയിൽ ആനന്ദിക്കട്ടെ, ഈ ജനം ജീവൻ പ്രാപിക്കട്ടെ, മുടന്തകൾ വിട്ടുമാറട്ടെ. ദൈവകൃപയ്ക്കായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ലാസ്റ്റ് സെന്റൻസ്. അനിൽ റെഡി? ലാസ്റ്റ് സെന്റൻസ്. അച്ഛാ വിനുപാസേ, യവൻ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ, യവൻ ഈ മേശയിൽ ഇരുന്നപ്പോൾ ആ മേശ, ആ കൃപയുടെ മേശ യവന്റെ മുടന്തൻ കാലിനെ കവർ ചെയ്തു. നിന്റെ കുറവുകളെ കവർ ചെയ്യുന്ന കൃപ, നിന്റെ കുറവുകളെ കവർ ചെയ്യുന്ന കൃപ, നിന്റെ തകർച്ചകളെ കവർ ചെയ്യുന്ന കൃപ, നിന്റെ നഷ്ടത്തെ കവർ ചെയ്യുന്ന കൃപ, നിന്റെ 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 തകർച്ചകളെ കവർ ചെയ്യുന്ന കൃപ ആർക്കും നിന്റെ വിരൽ ചൂണ്ടാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി കവറിംഗ് 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 കവറിംഗ്. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കുക. യെസ് മോനെ, കരങ്ങൾ അടിച്ച്.
ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ഹല്ലേലൂയ ഞാൻ ഓ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവൻ നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ മാറിപ്പോയി എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഓ നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ മാറിപ്പോയി എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനെ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും സർവശക്തനായവനെ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ സഹായത്തവൻ ഇന്നുമെന്നും കൂടെയുള്ളവേ യേശു മാറാത്തവൻ